റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 13-ാമത് വാക്യത്തെക്കുറിച്ച് വളരെ ദീപ്തമായ, വളരെ കാമ്പും കഴമ്പുമുള്ള ആലോചനകൾ നാം കേട്ടുകഴിഞ്ഞു. 10-ന്റെ 11-ാമത് വാക്യവുമായി ബന്ധപ്പെട്ട ചില ആലോചനകൾ നിങ്ങൾക്ക് നൽകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന അധ്യാപകൻ്റെ ആലോചനയും നിയോഗവും നിരുപാധികമായി ഏറ്റെടുത്തുകൊണ്ട് അല്പസമയം നാം ഒരുമിച്ച് നിൽക്കാൻ പോവുകയാണ്. റോമാലേഖനത്തെക്കുറിച്ച് ആദ്യം ചില കാര്യങ്ങൾ പറയാം. ദീർഘമായൊരു മുഖവരയ്ക്ക് സമയമെടുക്കാനില്ല. എങ്കിലും റോമാലേഖനമല്ലേ, ചിലത് നിങ്ങൾ അറിയാതെ പോകരുത്. വിശ്വാസത്താലുള്ള നീതീകരണമെന്ന അനുഗ്രഹീത വിഷയം 16 അധ്യായങ്ങളിലും വിലയം പ്രാപിച്ചു കിടക്കുന്ന ഒരു അനുഗ്രഹീത പ്രബന്ധമാണ് റോമാലേഖനം എന്നറിയാതെ പോകരുത്. ആകെയുള്ള 21 ലേഖനങ്ങൾ, അതിൽ 14 ലേഖനങ്ങളും അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ പൗലോസിൻ്റെ മാസ്റ്റർ പീസ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ലേഖനങ്ങളിൽ ഒന്നാണ് റോമാലേഖനം. വളരെ ദീർഘമായൊരു ലേഖനമാണ്. അപ്പോൾ തന്നെ അതിനകത്തെ ദീപ്തമായ വിഷയമെന്ന് പറയുന്നത് രക്ഷ, മോക്ഷം, മുക്തി, സായുജ്യം, ശാന്തി, സമാധാനം, വിടുതൽ, വീണ്ടെടുപ്പ്. ഇത് കർമ്മകാണ്ഡങ്ങളിലൂടെയോ യാഗയോഗങ്ങളിലൂടെയോ നരബലി മൃഗബലിയിലൂടെയോ പദയാത്രകൾ തീർത്ഥയാത്രകളിലൂടെയോ ദേഹദണ്ഡനങ്ങളിലൂടെയോ വായിൽ നിന്ന് അർപ്പണം ചെയ്യുന്ന സ്തോത്രാർപ്പണങ്ങളിലൂടെയോ പോക്കറ്റിൽ നിന്ന് അർപ്പണം ചെയ്യുന്നത് ധനാർപ്പണങ്ങളിലൂടെയോ അല്ല, പകരം ക്രിസ്തുയേശുവെന്ന ഏകരക്ഷകനിലെ വിശ്വാസത്താലാണ് സാധ്യമാകുന്നതെന്ന് ഉറക്കെ പറയുന്ന ഉജ്ജ്വലമായ ലേഖനമാണ് റോമാലേഖനം. ദൈവം ഒന്നല്ല, ഒത്തിരി ഉണ്ടെന്നും ഉദ്ദിഷ്ടകാര്യങ്ങളുടെ ലബ്ധിക്ക് വേണ്ടി ആ ദൈവങ്ങളെ എല്ലാം പ്രസാദിപ്പിക്കാൻ കീശ തുറന്നേ പറ്റൂ, വായി തുറന്നേ പറ്റൂ, പാദം ചവിട്ടിയേ പറ്റൂ, ദേഹദണ്ഡനങ്ങൾ ഒത്തിരി അനുഭവിച്ചേ പറ്റൂ എന്നൊക്കെയുള്ള പഠിപ്പിക്കലിൻ്റെ മുമ്പിൽ നെട്ടോട്ടമോടുന്ന മാനവ കുലത്തിൻ്റെ നഞ്ചകത്തിന് നേരെ ശക്തമായ ദൈവശാസ്ത്രത്തിൻ്റെ ചിന്തകൾ തുരുതുര പായിക്കുന്ന അനുഗ്രഹീതമായ ഒരു ലേഖനം. അതാണ് റോമാലേഖനം. ഈ വ്യർത്ഥമായ പദ്ധതികൾ. എന്നിട്ട് ദൈവം, ഏത് ദൈവം? അത്യുന്നതനായ ദൈവം. അല്പം കൂടെ പറഞ്ഞാൽ ഏക സത്യ ദൈവം, സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും സർവാധികാരിയും നിത്യനും മാറ്റമില്ലാത്തവനും അത്യുന്നതനും സൽഗുണസമ്പൂർണനും മഹോന്നതനും മഹത്വ സിംഹാസനസ്ഥനും തുല്യം പറയാനില്ലാത്തവനുമായ ഒരൊറ്റ ദൈവമുണ്ട്. ആ ദൈവമാണ് ഈ പ്രപഞ്ചം നിർമ്മിച്ചത്. ഇതിനകത്തുള്ള സമസ്ത ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥതയും അവയുടെ ആഹാര വ്യവസ്ഥതയും നിയന്ത്രിക്കുന്ന നിയന്ത്രിതാവായ ഏക സൃഷ്ടിതാവ്. ആ ദൈവം ഒരുക്കിയിട്ടുള്ളൊരു രക്ഷാകര പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ വിശ്വസിക്കുന്നവന് മാത്രമേ രക്ഷ കിട്ടുകയുള്ളൂ എന്ന് ഉറക്കെ പറയുന്ന ഒരു ലേഖനം. അത് ക്രൈസ്തവൻ്റെ മതഗ്രന്ഥമാണ് വേദപുസ്തകം എന്ന് പുച്ഛിച്ച് തള്ളി അടച്ചു വയ്ക്കാതെ, തട്ടിക്കളയാതെ, കത്തിച്ച് കളയാതെ റോമാലേഖനത്തെ ഏറ്റെടുത്ത് അല്പസമയം വായിക്കാൻ ആര് മനസ്സ് വയ്ക്കുന്നുവോ, താങ്കൾ വിദ്യാസമ്പന്നനോ വിദ്യാവിഹീനനോ, താങ്കൾ കറുത്തവനോ വെളുത്തവനോ അമേരിക്കക്കാരനോ ആഫ്രിക്കക്കാരനോ ഇന്ത്യക്കാരനോ ഇന്തോനേഷ്യക്കാരനോ ദളിതനോ സവർണനോ, അതൊന്നും വിഷയമല്ല. സമ്പന്നനോ അത്താഴപ്പട്ടിണിക്കാരനോ ആരുമായിക്കൊള്ളട്ടെ, വായിക്കാൻ അറിയാമെങ്കിൽ റോമാലേഖനത്തിൻ്റെ ഏടുകളിലൂടെ പോകണം. അറിയില്ലെങ്കിൽ ആരുടെയും സഹായം തേടണം. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങളെയൊക്കെ തേടിയാൽ മതി. വായിച്ച് കേൾപ്പിച്ചു തരാം, പറഞ്ഞ് പൊരുൾ തിരിച്ചു തരാം. രക്ഷയ്ക്ക് ഒറ്റ മാർഗം യേശു മാത്രമാണ്. അതുറക്കെ പറയുന്ന വേറൊരു കൃതി ഇതിന് സമാനം വയ്ക്കാൻ ഇല്ല, മറ്റൊരു പുസ്തകങ്ങളിലുമില്ല. പുസ്തകത്തിൻ്റെ ശവപ്പറമ്പെന്ന് വിശേഷിപ്പിക്കുന്ന ലൈബ്രറിയുടെ അകത്തളങ്ങളിൽ താങ്കൾ ആഞ്ഞു പരതിയാൽ കിട്ടില്ല. അത്രയ്ക്കുജ്വലമായ രക്ഷയുടെ ദിശാബോധം തരുന്ന, ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ള അവബോധം തരുന്ന, മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചും അവൻ്റെ മരണത്തെക്കുറിച്ചും മരണാനന്തര അനുഭവത്തെക്കുറിച്ചുമൊക്കെ വ്യക്തത തരുന്ന അനുഗ്രഹീതമായൊരു ലേഖനം. അതാണ് റോമാ ലേഖനം എന്ന് പറയുന്നത്. റോമിലെ വിശ്വാസികൾക്ക് വേണ്ടി മാത്രം എഴുതിയതായിരിക്കാം അന്ന്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിനെ സാർവലൗകിക ലേഖനമായി ലോകത്തെമ്പാടും പാർക്കുന്ന മുഴുവൻ ആളുകളും അറിയേണ്ടതിന്, അവരുടെ നെഞ്ചകത്തിൽ സൂക്ഷിക്കേണ്ടതിന് തന്നിട്ടുള്ള ഉജ്ജ്വലമായ ദൈവശാസ്ത്ര വിചാരങ്ങളാണ് റോമാലേഖനത്തിൽ ഉടനീളം ഉള്ളത്. ദൈവമക്കൾ, വേദവിദ്യാർത്ഥികൾ, ദൈവദാസന്മാർ ഒത്തിരി പേരുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി പറയാം. ആദ്യത്തെ 2 അധ്യായങ്ങൾ രക്ഷയുടെ ആവശ്യകത എന്താണെന്ന് വ്യക്തമാക്കുകയാണ്. ദൈവമൊരുക്കിയ രക്ഷ മനുഷ്യൻ പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താ? വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് സൽവേഷൻ?
രക്ഷ പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താ എന്ന് വ്യക്തമാക്കുകയാണ് ആദ്യത്തെ 2 അധ്യായങ്ങൾ. വീണ്ടും വരുന്ന 3-4 അധ്യായങ്ങൾ രക്ഷയുടെ ഏക മാർഗം, ഏക വഴി എന്താണെന്നാണ് വ്യക്തമാക്കുന്നത്. രക്ഷയ്ക്ക് ഒത്തിരി വഴിയില്ല, 1.5 വഴിയില്ല, ഒറ്റ വഴിയേ ഉള്ളൂ. അതെന്താണെന്ന് വ്യക്തമാക്കുകയാണ് 3-4 അധ്യായങ്ങൾ. ഇനിയും 5, 6, 7, 8 അധ്യായങ്ങൾ രക്ഷയുടെ അനന്തരഫലങ്ങൾ 4 അക്കമിട്ട് നിരത്തുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. റോമാലേഖനം 5 മുതൽ 8 വരെയുള്ള 4 അധ്യായങ്ങൾ, 5, 6, 7, 8 ഈ അധ്യായങ്ങളിൽ 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ രക്ഷയുടെ അനുഗ്രഹീതമായിരിക്കുന്ന അനന്തര ഫലങ്ങൾ വ്യക്തമാക്കുകയാണ്. എന്താണ്? സൗജന്യമായ രക്ഷയ്ക്ക് നമുക്ക് ഓഫറായി ലഭിക്കപ്പെടുന്ന 4 വിശേഷ സംഗതികളുണ്ട്. ആ 4 സംഗതികളും അതിൻ്റെതായ നിലയിൽ പഠിക്കണം, ക്രമം തെറ്റാതെ പഠിക്കണം. 5-ാം അധ്യായം രക്ഷയുടെ അനന്തരഫലമായി നീതീകരണം. 6-ാം അധ്യായം രക്ഷയുടെ അനന്തരഫലമായി ഏകീകരണം. 7-ാം അധ്യായം രക്ഷയുടെ അനന്തരഫലമായ വിശുദ്ധീകരണം. ഇത് 3 ലഭിച്ചവന് 8-ാം അധ്യായത്തിൽ രക്ഷയുടെ അനന്തരഫലമായ മഹത്വീകരണം. പ്രൈസ് ദി ലോർഡ്. ബോധ്യമായവർക്ക് സ്തോത്രം പറയാൻ പറ്റത്തുള്ളൂ. ഒന്നുകൂടെ തഞ്ചമായി പറയാം. ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ എഴുതും പാസ്റ്റർ എന്ന് ചിലരെന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ മുഖഭാവം എന്നോട് സംവദിക്കുന്ന പോലെ തോന്നുന്നു. പേപ്പറും തുറന്നു വെച്ച് ഞങ്ങൾ പാസ്റ്ററുടെ മുഖത്തോട്ട് നോക്കിയിരുന്നിട്ട് മിന്നൽ എക്സ്പ്രസ് പോകുന്ന പോലെ പറഞ്ഞു പോയാൽ എങ്ങനെ കുറിക്കാനാ? ഓക്കെ, ആ വിചാരം ഞാൻ മനസ്സിലാക്കിയിട്ട് ഒന്നുകൂടെ പറയാം, തഞ്ചമായി പറയാം, കുറിക്കാനുള്ള തഞ്ചത്തിൽ പറയാം. 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ രക്ഷയുടെ അനന്തരഫലം, ദ ഔട്ട്കം ഓഫ് സാൽവേഷൻ, ദ ഫ്രൂട്ട്സ് ഓഫ് സാൽവേഷൻ, ദൈവമൊരുക്കിയ ദാനമായ രക്ഷ പ്രാപിക്കുന്നവന് ദൈവം സൗജന്യമായി പിന്നെയും കൊടുക്കുന്ന അനുഗ്രഹീതമായ അനുഗ്രഹങ്ങൾ 5, 6, 7, 8 4 അധ്യായങ്ങളിൽ അങ്ങനെ അങ്ങോട്ട് വിശദീകരിക്കുകയാണ്. 5-ാം അധ്യായത്തിൽ പറയുന്നത് സൗജന്യമായി നീതീകരണം എന്ന് പറഞ്ഞാൽ താങ്കൾ കുറ്റവാളിയല്ല എന്ന് ദൈവം പ്രഖ്യാപനം ചെയ്യുകയാണ്. അതാണ് നീതീകരണം. നമ്മുടെ പാപത്തിൻ്റെ കറ കഴുകിക്കളയുക മാത്രമല്ല, കുറ്റവാളി എന്ന പേര് മാറ്റിയിട്ട് നമ്മെ നീതിമാന്മാർ എന്ന് പ്രഖ്യാപനം ചെയ്യുന്നു. അതാണ് നീതീകരണം, അതും സൗജന്യമാണ്. അതാണ് 5-ാം അധ്യായം. നീതീകരണം പ്രാപിച്ചവൻ 6-ാം അധ്യായത്തിൽ ഏകീകരിക്കപ്പെടണം. അത്യുന്നതനായ ദൈവത്തോട്, തൻ്റെ പുത്രനായ ക്രിസ്തുവിനോട്, പരിശുദ്ധ ആത്മാവിനോട് ഏകീകരിക്കപ്പെടണം. ഏകീകരിക്കപ്പെടുവാനുള്ള ആത്മിക മർമ്മം, ആത്മിക കർമ്മം, ആത്മിക ധർമ്മം എന്ന് പറയുന്നത് സ്നാനമാണ്. അതെങ്ങനെങ്കിലുമൊക്കെ പെട്ട പോരാ. മിശിഹ കാണിച്ച മാതൃകയിൻ പ്രകാരം അത് അനുഭവിച്ചേ പറ്റൂ. മനസ്സിലായില്ലേ? പരിശുദ്ധ തൃത്വം, ദ ഹോളി ട്രിനിറ്റിയുടെ ആ അനുഭവത്തിൽ കർത്താവ് പറഞ്ഞ ആ വ്യവസ്ഥ പ്രകാരം, വ്യവസ്ഥ തെറ്റാതെ പക്വതയും പാകതയും വന്ന ശേഷം യേശു എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ആ യേശു മടങ്ങി വരുമെന്നെ ചേർക്കാനെന്ന് വേറെ ആരുടെയും നിർബന്ധത്താലോ ഉദ്ദണ്ണത്താലോ വിശ്വസിക്കാതെ അത് സ്വയമായി വിശ്വസിക്കുവാൻ പാകത വന്ന, പക്വത വന്ന, പ്രായം വന്നൊരു വ്യക്തി ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി മുഴുകൽ സ്നാനം സ്വീകരിക്കണം. മിശിഹ കാട്ടിയതുപോലെ, അപ്പോസ്തലന്മാർ ചെയ്തതുപോലെ, തിരുവെഴുത്തിൽ ലിഖിതമാക്കിയിരിക്കുന്ന വ്യവസ്ഥയിൻ പ്രകാരം അത് ചെയ്യണം. ആ സംഗതിയാണ് 6-ാം അധ്യായത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. അതാണ് ഏകീകരണം എന്ന് പറയുന്നത്. അത് ചെയ്യുന്നവനാണ് ക്രിസ്തുവിനോട് ഏകീകരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. 7-ാം അധ്യായം അങ്ങനെ ഏകീകരിക്കപ്പെട്ടവൻ തൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും വിശുദ്ധീകരണത്തിലേക്ക് വരിക എന്നുള്ളത്. പാപമെന്ന മാരക ശക്തിയോട് പടപൊരുതി ജഡശരീരത്തിൽ ഉയർന്നു വരുന്ന പാപരാഗങ്ങളുടെ വികാര വിക്ഷോഭങ്ങളുടെ മുൻപിൽ അടിപതറിപ്പോകാതെ, ആത്മിക മൂല്യങ്ങളെ പണയപ്പെടുത്താതെ, അതിനെ അതിജീവിച്ച് നിലകൊള്ളുവാനുള്ള അതിജീവനത്തിൻ്റെ ശേഷി പ്രാപിക്കുവാൻ കരുത്തുള്ളവനായിരിക്കണം. അപ്പോൾ 5-ാം അധ്യായം നീതീകരണം, 6-ാം അധ്യായം ഏകീകരണം, 7-ാം അധ്യായം വിശുദ്ധീകരണമാണ്. 7-ാം അധ്യായം നിങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വാക്യങ്ങളിലൂടെ കണ്ണോടിക്കുന്നത് നല്ലതായിരിക്കും. ദൈവമക്കളുടെ കയ്യിൽ പുസ്തകമുണ്ടല്ലോ, ഒന്ന് തുറന്നു നോക്കിക്കോ. 7-ാം അധ്യായം 5-ാം വാക്യം, നമ്മുടെ അവയവങ്ങളിൽ വാഴുന്ന പാപം കണ്ടോ. 7-ന്റെ 20-ാം വാക്യം, നമ്മുടെ അവയവങ്ങളിൽ വസിക്കുന്ന പാപം. 7-ന്റെ 14-ാം വാക്യം, നമ്മെ വിറ്റ പാപം കണ്ടോ. നാം ആത്മീകരായി ആകേണ്ടതിന് നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മളെ ജഡത്തിന് വിറ്റ് കളയുന്നു. പാപത്തിൻ്റെ ദാസനായി നമ്മെ പാപം വിറ്റുകളയുന്നു എന്നാണ് 14-ാമത് വാക്യം. അതെന്നെ വിൽക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതിന് നമ്മുടെ മീതെയുള്ള അതീശത്വം നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ 14-ാം വാക്യം. ഇനി 11-ാമത് വാക്യം നോക്കിക്കേ. പാപം എന്നെ ചതിക്കുകയും എന്നെ കൊല്ലുകയും ചെയ്യുന്നു അവസരം ലഭിച്ചിട്ട്. അങ്ങനെ 7-ാം അധ്യായം മുഴുവനും പാപവിജ്ഞാനീയമാണ്. പാപമെന്നൊക്കെ പറയുന്നതും രക്ഷ എന്നൊക്കെ പറയുന്നതും ഉപദേശന്മാരുടെ വയറ്റിപ്പഴപ്പിനു വേണ്ടി ഞങ്ങൾ തട്ടിക്കൂട്ടിയ ഏർപ്പാടല്ല. വിശുദ്ധ ബൈബിൾ അസന്നിഗ്ധമായി പ്രഖ്യാപനം ചെയ്യുന്നു, പാപം എന്ന് പറയുന്ന വല്ലാത്ത ശക്തി,
അത് അവയവങ്ങളിൽ വ്യാപരിക്കുന്നതാണ്, അത് അവയവങ്ങളിൽ അധിവാസം ചെയ്യുന്നത്, അത് നമ്മെ പാപത്തിന് അടിമയാക്കുന്നത്, അവസരം കിട്ടുമ്പോൾ നമ്മളെ ചതിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഒന്നാണ് പാപം എന്ന് പറയുന്നത്. ഇനി പറയുന്ന ശ്രദ്ധിക്കണം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാമത് വാക്യത്തിലാണ് പാപമെന്ന പദം ബൈബിളിൽ ആദ്യം കാണുക. വെളിപ്പാട് പുസ്തകം 18-ന്റെ 5-ാം വാക്യത്തിലാണ് പാപമെന്ന പദം ഏറ്റവും അവസാനം നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഉൽപ്പത്തി 4-ന്റെ 7 മുതൽ വെളിപ്പാട് 18-ന്റെ 5 വരെ 570 തവണയാണ് മലയാളം ബൈബിളിൽ പാപം 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 എന്ന പദം നമുക്ക് കാണാൻ കഴിയുക. 570 തവണ. ഈ 570 തവണ കാണുന്ന ഈ പ്രയോഗങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോൾ സ്കട്ട് മിസൈൽ പോലെ ഉന്നം പിഴയ്ക്കാതെ നമ്മുടെ നെഞ്ചകത്തിലേക്ക് വന്നു കയറുന്ന അതിശക്തമായൊരു വാക്യമുണ്ട്. അതാണ് 4-ാം സങ്കീർത്തനം 4-ാം വാക്യം. നടുങ്ങുവിൻ, ബാക്കി പറ, പാപം ചെയ്യാതിരിപ്പീൻ. കനത്ത പ്രഖ്യാപനമാണ്. വിശുദ്ധ ബൈബിളിൻ്റെ കനത്ത പ്രഖ്യാപനമാണ്. നടുങ്ങണം നമ്മൾ പാപത്തിന് മുമ്പിൽ. അത് ചെയ്യാതിരിക്കാൻ എന്ത് വിലയും കൊടുക്കണം. പാപത്തെ അതിജീവിക്കുവാനുള്ള അതിജീവനത്തിൻ്റെ ശേഷി പ്രാപിക്കണം. അതാണ് 7-ാം അധ്യായം. ഈ പാപത്തെ തോൽപ്പിച്ചവന് മാത്രമേ വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയുകയുള്ളൂ എന്ന വസ്തുത 7-ാം അധ്യായം വ്യക്തമാക്കുന്നു. 8-ാം അധ്യായം എന്താ പ്രത്യേകത എന്നറിയാമോ? 5-ാം അധ്യായത്തിൽ നീതീകരണവും 6-ാം അധ്യായത്തിൽ ഏകീകരണവും 7-ാം അധ്യായത്തിൽ വിശുദ്ധീകരണവും പ്രാപിച്ചവൻ 8-ാം അധ്യായത്തിൽ മഹത്വീകരണം പ്രാപിക്കുന്നു. മഹത്വീകരണം എന്നൊക്കെ കേട്ടൊരു സ്തോത്രം പറഞ്ഞില്ലല്ലോ നിങ്ങൾ. ഞാനോർത്ത് കരമുയർത്തി നിങ്ങളൊരു ഹല്ലേലൂയ പറയും. മഹത്വീകരണം എന്താണെന്നറിയാൻ വയ്യാഞ്ഞത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ. ഗ്ലോറിഫിക്കേഷൻ, തേജസ്കരണം. ഇന്നിരിക്കുന്ന നമ്മുടെ ഈ അവസ്ഥകളെല്ലാം മാറി നാം നാളെ കർത്താവ് ഇരിക്കുന്നത് പോലെ ഇരിക്കും. ആ പ്രത്യാശയുള്ളവർക്ക് സ്തോത്രം പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഈ ശരീരത്തിൻ്റെ കെടുതികളും ഈ വല്ലായ്മകളും ഇല്ലായ്മകളും ഈ ദുഃഖ ദുരിതങ്ങളും എല്ലാം മാറിയിട്ട് ക്ഷീണാവസ്ഥകളെല്ലാം മാറി കർത്താവ് ഇരിക്കുന്നത് പോലെ നാം ഇരിക്കേണ്ടതാകുന്നു. അതാണ് 8-ന്റെ 18-ാം വാക്യം. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അതാണ് തേജസ്കരണം എന്ന് പറയുന്നത്. എപ്പോഴാണ് സംഭവിക്കുക? കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ സംഭവിക്കുന്ന മഹത്തായിരിക്കുന്ന കാര്യമാണ്. മരിച്ചുപോയ വിശുദ്ധന്മാർ, ക്രിസ്തുവിൽ മരിച്ചവർ ജീവനോട് ഉയർത്തെഴുന്നേറ്റ് വരും. അവർ പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ തേജസ്കരിക്കപ്പെട്ട പുറത്തു വരിക. ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. നമ്മുടെ ഈ പ്രകൃതം മാറി, താഴ്ചയുള്ള ഈ പ്രകൃതം മാറി നമ്മൾ മെച്ചമായ അവസ്ഥയിലേക്ക് മാറും. തുച്ഛമായി നമ്മുടെ പ്രകൃതം മാറി മെച്ചമായ ഇതിലേക്ക് നമ്മൾ കയറും. അതാണ് തേജസ്കരണം. അത് 8-ാം അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ റോമാലേഖനത്തിലെ ഓരോ അധ്യായങ്ങളെയും വിഷയാടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചാൽ അതിശ്രേഷ്ഠമായ ആത്മീക വിരുന്ന് അപ്പോസ്തലനായ പൗലോസ് വിളമ്പി വച്ചിരിക്കുന്നു പരിശുദ്ധാത്മ സഹായത്തോടെ. 9, 10, 11 അധ്യായങ്ങൾ ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ നീതിയുടെ പ്രദർശനമാണ്. 9, 10, 11 അധ്യായങ്ങൾ. അതിൽ നിന്നാണ് ഞങ്ങൾ രണ്ടുപേരും ഈ പ്രഥമ രാത്രിയിൽ തിരുവചനം നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതറിയണം. 9, 10, 11 ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ നീതി പങ്കിടുന്നത്. അതിലെ 3 വിചാരങ്ങൾ ഓർത്തിരിക്കണം ദൈവമക്കൾ. ധാരാളം ദൈവമക്കൾ പഠിക്കാൻ ആവേശത്തോടെ ഉണ്ടെന്നുള്ളത് കൊണ്ട് പറയുക. 9-ാം അധ്യായത്തിൽ യഹൂദൻ്റെ തിരഞ്ഞെടുപ്പാണ്. 10-ാം അധ്യായത്തിൽ യഹൂദൻ്റെ തിരസ്കരണമാണ്. 11-ാം അധ്യായത്തിൽ യഹൂദൻ്റെ പുനഃസ്ഥാപനം. ദേശം കേൾക്കാൻ ഒരു ആലോചന പറയാം. ദൈവം ഒരു വ്യക്തിയെ യാതൊരു ക്വാളിറ്റിയും നോക്കാതെ തിരഞ്ഞെടുക്കും. തൻ്റെ പുത്രൻ്റെ ചോരയിൽ വിശ്വസിക്കുന്നവൻ, കഴുകപ്പെടലിൽ വിശ്വസിക്കുന്നവൻ ആരായിരുന്നാലും ദൈവം അവനെ തിരഞ്ഞെടുക്കും. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ദൈവത്തിൻ്റെ വ്യവസ്ഥാപിതമായ കൽപ്പനകൾ, ചട്ടങ്ങൾ, വിധികൾ, പ്രമാണങ്ങൾ അനുസരിക്കാതെ തന്നിഷ്ടമനുസരിച്ച് ധാർഷ്ട്യത്തോടെ, ധിക്കാരത്തോടെ, താൻ പോരിമയോടെ, അഹന്തയോടെ, അഹങ്കാരത്തോടെ ഈ ലോക ജീവിതത്തിലേക്ക് അവൻ ഇറങ്ങിയാൽ, മദ്യം, പുകവലി, ലഹരി പദാർത്ഥങ്ങൾ, കുത്തഴിഞ്ഞ ലൈംഗികത, ഭോഗാലസ ജീവിതം, ഇതിലേക്കൊക്കെ അവൻ ഇറങ്ങിപ്പോയാൽ ദൈവം ആരോടും ആലോചന ചോദിക്കാതെ ദൈവം അവനെ തള്ളിക്കളയും. ദൈവം അവനെ തിരസ്കരിക്കും. അപ്പം തിരഞ്ഞെടുക്കുന്ന ദൈവത്തിന് തിരസ്കരിക്കാൻ പരമാധികാരമുണ്ട്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? നമ്മെ തിരഞ്ഞെടുത്തത് ആരുടെയും അനുവാദം ചോദിച്ചുകൊണ്ടല്ല. അതുകൊണ്ട് നമ്മൾ ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ദൈവം നമ്മളെ തിരസ്കരിക്കും എന്നുള്ളതാണ്. ദൈവം നമ്മെ തള്ളിക്കളയും എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ 9-ാം അധ്യായത്തിൽ തിരഞ്ഞെടുപ്പാണ്, 10-ാം അധ്യായത്തിൽ തിരസ്കരണമാണ്. എന്നാൽ 11-ാം അധ്യായത്തിൽ വീണ്ടും ഇനി അവർ നിലവിളിച്ച് കഴുകൽപ്പെടേണ്ടതിന് വേണ്ടി ദൈവകരങ്ങളിലേക്ക് കണ്ണുനീരോടെ, അനുതാപ ഹൃദയത്തോടെ, പാപബോധത്തോടെ മടങ്ങി വന്നാൽ ദൈവം അവരെ പുനഃസ്ഥാപിക്കും. അതാണ് 11-ാം അധ്യായം. പുനഃസ്ഥാപനത്തിൻ്റെ ആ അധ്യായം ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് അത് ഭാവിയെ ചൂണ്ടുന്ന കാര്യമാണ്. 9-ാം അധ്യായം യഹൂദൻ്റെ ഇന്നലെയാണ്, 10-ാം അധ്യായം യഹൂദൻ്റെ ഇന്നുകളാണ്, 11-ാം അധ്യായം യഹൂദൻ്റെ നാളെകളാണ്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ്, തിരസ്കരണം, പുനഃസ്ഥാപനം, ഇതാണ് റോമാലേഖനം 9, 10, 11 യഹൂദനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെ കാര്യവും അതുതന്നെയാണ് എന്ന് തിരിച്ചറിയണം.
ഇനി 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ രക്ഷിത ഗണത്തിന് കൊടുത്തിട്ടുള്ള ആത്മീയവും പ്രായോഗികവുമായ ഉപദേശ സംഹിതകളാണ്. റോമാലേഖനത്തിൽ അത് മറന്നു പോകരുതൊരിക്കലും. 12 മുതൽ 16 വരെ ദൈവസഭയോടുള്ള ഉപദേശമാണ്. വിവിധ ജാതിയിൽ നിന്ന്, മതത്തിൽ നിന്ന്, ഗോത്രത്തിൽ നിന്ന്, കുലത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, വർഗത്തിൽ നിന്ന്, വർണ്ണത്തിൽ നിന്ന്, ദേശമോ ദിക്കോ ഭാഷയോ നോക്കാതെ ദൈവം തൻ്റെ പുത്രൻ്റെ ചോര കൊണ്ട് വീണ്ടെടുത്ത് നിർത്തിയിരിക്കുന്ന ദൈവസഭ. ജീവൽ ഘടകമാണ് ദൈവസഭ. മതമല്ല, സംഘടനയല്ല, പ്രസ്ഥാനമല്ല, ജനസംഘ ശക്തിയല്ല, വേറെ ഏതെങ്കിലും വിധത്തിലുള്ളതായിരിക്കുന്ന സംവിധാനമല്ല. ദൈവം തൻ്റെ പുത്രൻ്റെ ചോര കൊണ്ട് വീണ്ടെടുത്ത മഹത്വപൂർണ്ണമായിരിക്കുന്നൊരു ജീവൽ ഘടകം. ആ ജീവൽ ഘടകമായിരിക്കുന്ന സഭ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും. കണ്ടോ, ക്രിസ്തു തലയും നാം ശരീരവുമായിരിക്കുന്ന ആ ജീവൽ ഘടകത്തിൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ വ്യവസ്ഥാപിതമായിരിക്കുന്ന ആത്മിക നിർദ്ദേശങ്ങൾ, അതുപോലെ പ്രായോഗിക നിർദ്ദേശങ്ങൾ, ഇത് രണ്ടും കൂടെ സമഞ്ജസമായി സമ്മേളിപ്പിച്ചിരിക്കുന്ന അധ്യായങ്ങളാണ് 12 മുതൽ അങ്ങ് 16 വരെയുള്ള അധ്യായങ്ങൾ. കുഞ്ഞുങ്ങൾ, ഈ യൂത്ത്സ് ഒക്കെ നന്നായിട്ട് ഓർത്തിരുന്നോണം. പഠനകാലം, ഉപരിപഠനകാലം, ഉപജീവനത്തിൻ കാലം. കുഞ്ഞുങ്ങളുടെ ആകെയുള്ള 3 കാലത്തെ ഞാൻ പറയുക. പഠനകാലം അത് മിക്കവാറും പപ്പയോടും മമ്മിയോടും കൂടെ അടുത്ത സ്കൂളിലും ഒക്കെ ആയിരിക്കാം. പക്ഷേ ഉപരിപഠനം നടത്തുന്നത് ഇവിടെ ആയിരിക്കണമെന്നില്ല. അത് വിദേശത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോസ്മോപൊളിറ്റൻ സിറ്റികളിലോ, ബാംഗ്ലൂർ, പൂനെയിലോ, താനെയിലോ, മുംബൈയിലോ, കൊൽക്കത്തയിലോ, ദില്ലിയിലോ, വിശാഖപട്ടണത്തോ, വിജയവാഡയിലോ ഒക്കെ ആയിരിക്കാം. അതാണ് ഉപരിപഠനം. അത് കഴിഞ്ഞ് ഉപജീവനം എന്ന് പറയുന്നത് വീണ്ടും അന്യ രാജ്യത്തേക്കായിരിക്കാം. ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്നുള്ള രാജ്യങ്ങളിലാകാം. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന നമ്മുടെ തലമുറകൾ അറിഞ്ഞുകൊള്ളണം ഒരു കാര്യം. റോമാലേഖനം 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ വാരി നിറച്ചിട്ടുള്ള ആത്മീയ ഉപദേശങ്ങളിൽ നിന്ന് തെല്ലും വ്യതിചലിച്ചാൽ ജീവിതം അധോഗതിയിലേക്ക്, അധപ്പതനത്തിലേക്ക്, അപകടത്തിലേക്ക് മൂക്കുകുത്തിപ്പോകും, കൂപ്പുകുത്തിപ്പോകുമെന്ന കാര്യം വിസ്മരിക്കരുത്. റോമാലേഖനം 12-ന്റെ 1-ാം വാക്യം, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പ്രായോഗികവും ആത്മീയവുമായ നിർദ്ദേശം. ആരാധനയിൽ ഏറ്റവും പ്രാമുഖ്യമുള്ളതാണ് നമ്മുടെ ശരീരം. ആണിൻ്റെയും പെണ്ണിൻ്റെയും ഉച്ച മുതൽ ഉള്ളങ്കാല് വരെയുള്ള ശരീര വ്യവസ്ഥതയിൽ പാപരാഗങ്ങളുടെ യാതൊരു വേലിയേറ്റവുമില്ലാതെ, അഥവാ ഉയർന്നു വരുന്ന വികാര താളമേളങ്ങളെ മുഴുവനും പിടിച്ച് അടക്കി ഈ ഭൂമിയിൽ 33.5 വർഷം നമ്മുടെ രക്ഷകനും കർത്താവുമായി യേശു തൻ്റെ ശരീരത്തെ എങ്ങനെ സൂക്ഷിച്ചുവോ അതേപോലെ ശരീരത്തെ സൂക്ഷിക്കാൻ കഴിയുന്നവർക്ക് മാത്രമുള്ള അനുഗ്രഹങ്ങളുടെ ഉപദേശങ്ങളാണ് 12 മുതൽ 16 വരെ. എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? ബാഹ്യപ്രകടനങ്ങളുടെ ആത്മീകരാണെന്ന് അവകാശപ്പെടുകയും പ്രൈസംവർഷിപ്പടക്കമുള്ള കാര്യങ്ങളിൽ വമ്പൻ പ്രകടനം കാണിക്കുകയും അവസരത്തിൻ്റെ ആനുകൂല്യം ഒത്തുകിട്ടുമ്പോൾ പാപത്തിലേക്ക് മൂക്കുകുത്തിപ്പോവുകയും ചെയ്യുന്ന ഒരു ഇടപാട്, വല്ലാത്ത ദയനീയമായൊരു അനുഭവം. പോകുന്ന വഴിത്താരകളിൽ, ഇടവഴികൾ, പെരുവഴികൾ, ഇടവരാന്തകളിൽ മറ്റാരും ശ്രദ്ധിക്കപ്പെടാതില്ലാതിരിക്കുമ്പോൾ, സമയം അനുകൂലമായി കിട്ടുമ്പോൾ ആരോട് സംസാരിക്കുന്നു, ആരുടെ കൂടെ പോകുന്നു, ആരുമായി ചാറ്റ് ചെയ്യുന്നു, വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സകല സംഗതികളിലും നമ്മുടെ അനുഭവം എന്താ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി ബോധ്യമുണ്ടാകാൻ പഠിക്കേണ്ടത് റോമർ 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളാണ്. ഇതാണ് ഞങ്ങൾ ഇരുവരും നിങ്ങളെ പരിചയപ്പെടുത്തിയ റോമാലേഖനം. വല്ലതും മനസ്സിലായെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. ഇതിനകത്ത് ക്രിസ്തു നിറഞ്ഞ് തുളുമ്പി അങ്ങനെ നിൽക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മനോജ്ഞമായ, മഹത്വപൂർണമായ, ഔന്നത്യത്തിൻ്റെ ഉത്തുംഗ പ്രതാപത്തിൻ്റെ ഒരു പ്രകാശം ഇതിനകത്തങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സത്യദൈവത്തിൻ്റെയും ആദയും ഒരുക്കിയതിൻ്റെ പുത്രനായി ക്രിസ്തു യേശുവിൻ്റെയും മാത്രമല്ല നമ്മെ തട്ടിത്തലോടി തടികി നടത്തുന്ന പരിശുദ്ധ ആത്മാവിൻ്റെയും അനുഗ്രഹീതമായ ആന്തോളനം റോമാലേഖനത്തിലുടനീളം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതൊന്ന് വിശദീകരിക്കാൻ നേരമില്ലല്ലോ. ഇനിയുള്ള സമയം വായിച്ച വാക്യത്തിലേക്ക് നേരെ പ്രവേശിക്കുന്നു. അടുക്കടുക്കായി ക്രിസ്തുയേശുവിലെ വിശ്വാസം എന്ന വിഷയത്തെ ആസ്പദീകരിച്ചുകൊണ്ട് പ്രഥമരാത്രി എന്ന പരിഗണനയിലാണ് ഞങ്ങൾ പച്ചയായി സുവിശേഷത്തിൻ്റെ മാത്രം ചിന്തകളുമായി നിലകൊള്ളുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് അറിയാതെ പോകരുത്. ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. മലയാള ബൈബിളിൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനുമെന്നാണ്. അതിനെ ഞാനൊരു ഭേദഗതി വരുത്തി പറഞ്ഞതാണ്. അവൻ എന്നതുകൊണ്ട് അവിടെ വിവക്ഷിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ രക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമ്മുടെ പ്രാണനാഥനും നമ്മുടെ ആശയും നമ്മുടെ ആവേശവും നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ പ്രത്യാശയും ഒക്കെയായ ക്രിസ്തു യേശുവിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആരും ലജ്ജിച്ചു പോകുകയില്ല. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ആ വാചകത്തെ എത്ര പേര്, ആ വാക്യത്തെ വിശ്വസിക്കുന്നവർക്കൊരു സ്തോത്രം പറയാം. ഹല്ലേലൂയ. ഇനി പഠനാർഹമായ കാര്യങ്ങളെ പ്രസ്താവിക്കുക. ശ്രദ്ധിച്ചുകൊള്ളണം.
ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. അപ്പോൾ എല്ലാവരും കൂടെ ക്രിസ്തുവിനെ അങ്ങോട്ട് വിശ്വസിച്ചാൽ ആരും ലജ്ജിച്ചു പോകത്തില്ലെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ആസ്തി എന്താണെന്നറിയണം. അങ്ങനെ അങ്ങോട്ട് എല്ലാവരും വിശ്വസിക്കാൻ തുടങ്ങിയാൽ ആരും ലജ്ജിച്ചു പോകാത്ത വിധം എന്താ ക്രിസ്തുവിൻ്റെ ഔന്നത്യം എന്ന് നമ്മൾ അറിയണം. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ക്രിസ്തുവേശുവിൽ എല്ലാവരും വിശ്വസിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്? പ്രധാനമായും രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കമാണ് ഒന്നാമത്തെ ചിന്ത. രണ്ട്, ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് സമന്വയിച്ച് പഠിക്കണം. എങ്കിൽ മാത്രമേ എല്ലാവരും ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കഴിയുള്ളൂ. മനുഷ്യത്വത്തിൽ തിളക്കമുള്ളവനാണ് യേശു. ഒത്തിരി മനുഷ്യരിവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലൊരു മനുഷ്യനായിരുന്നില്ല. തികച്ചും വ്യത്യസ്തമായ ഒരു മനുഷ്യ പ്രകൃതം തന്നെയായിരുന്നു. എന്താണ് ആ വ്യത്യസ്തത എന്നറിയാമോ? കുറ്റമില്ലാത്ത, പാപമില്ലാത്ത, പാപമറിയാത്ത, പാപം ചെയ്യാത്ത, അവസരമില്ലാഞ്ഞിട്ടല്ല, കഴിവില്ലാഞ്ഞിട്ടല്ല, പകരം പാപത്തോട് അകന്നു നിൽക്കുവാനുള്ള ആത്മീയ സമർപ്പണം, സാമർഥ്യം തന്നിലുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് പാർത്തലത്തിൽ ജന്മമെടുത്തത്. അതുകൊണ്ട് യേശു പാപി അല്ലായിരുന്നു. പാപം ചെയ്യാൻ പറ്റുമായിരുന്നു, എന്നിട്ടും പാപം ചെയ്തില്ല. യെറ്റ് ഹി വാസ് നോട്ട് സിൻ എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മെപ്പോലൊരു മൺശരീരം, നമ്മെപ്പോലെയുള്ള സകല വികാര വിക്ഷോഭങ്ങളും അങ്ങനെ തിങ്ങി നിറഞ്ഞ് പതഞ്ഞൊഴുകുന്ന യൗവനത്തിലായിരുന്നു. എന്നിട്ട് പോലും പാപം ചെയ്യാതെ ജീവിച്ചത് പാപത്തിന് പരിഹാരം വരുത്തേണ്ടതിന് വേണ്ടി വന്നു. ആ ഉദ്ദേശം നിവർത്തിക്ക് വേണ്ടി പരിപാവനത, പവിത്രത, അനന്യത, നീതി അങ്ങനെ നിലനിർത്തി നിന്നു. അതാണ് മനുഷ്യത്വത്തിൻ്റെ തിളക്കമെന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കത്തിന് 3 വാക്യങ്ങൾ ഞാൻ തരാം. ഞങ്ങൾ വെറുതെ ക്രിസ്തുവിനെ കുറിച്ച് പാടുകയും വായ്ത്താരി പറയുകയും ചെയ്യുന്നതല്ല. അംഗീകരിക്കുന്ന വിശുദ്ധ ബൈബിൾ ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഉജ്ജ്വലമായിരിക്കുന്ന തെളിവുകൾ തരുന്നുണ്ട്. ഞങ്ങൾക്ക് എപ്പോൾ പറഞ്ഞാൽ ക്രിസ്തുവിനെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. വേദപുസ്തകത്തെ നെഞ്ചിലേറ്റിരിക്കുന്നത് കൊണ്ട് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന അതിശ്രേഷ്ഠ അതുല്യ പ്രതിഭയായി ക്രിസ്തുവിനെക്കുറിച്ച് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് കേട്ടോണം, ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കത്തിന് 3 വാക്യങ്ങൾ ഞാൻ തരാം. ആ 3 വാക്യങ്ങളെ കുറിച്ച് കൊള്ളണം. മനുഷ്യത്വത്തിൻ്റെ തിളക്കം വെളിപ്പെടുത്തുന്ന തിളക്കമുള്ള 3 വാക്യങ്ങൾ. ഒന്ന്, ലൂക്കോസ് 1:35 വാക്യം. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പോൾ ഉണ്ടാകുന്ന പ്രജ എന്നല്ല, അപ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞ് എന്നല്ല, അപ്പോൾ ഉണ്ടാകുന്ന പൈതൽ എന്നുമല്ല, അപ്പോൾ ഉണ്ടാകുന്ന വിശുദ്ധ പ്രജ. ഓ, സ്തോത്രം പറഞ്ഞില്ല നിങ്ങളാരും. അപ്പോൾ ഉണ്ടാകുന്ന വിശുദ്ധ പ്രജ. കണ്ടോ? അപ്പോൾ വിശുദ്ധ പ്രജ ഉണ്ടാകുമെന്ന് പ്രഖ്യാപനം ചെയ്ത ദൂതൻ്റെ വാക്കുകൾക്ക് അനുസൃതമായി ഉണ്ടായത് വിശുദ്ധമായി തന്നെയാണ്. പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, ദാമ്പത്യ ജീവിതത്തിൻ്റെ അനന്തരഫലമായിട്ടല്ല. പിന്നെ അത്യുന്നതൻ്റെ ശക്തി നിഴലിട്ടപ്പോൾ ഉണ്ടായ ആ പ്രജ വിശുദ്ധ പ്രജയായി തന്നെ വന്നു. മാത്രമല്ല, പിന്നെ വളർന്നത്, ജീവിച്ചതെല്ലാം വിശുദ്ധ പ്രജയായി തന്നെയാണ്. ലൂക്കോസ് 1:35 മറക്കരുത്. ഇനിയും ആ യുവാവ് പക്വത പ്രാപിച്ച്, പാകത പ്രാപിച്ച്, നെഞ്ചു വിരിച്ച് നടുറോഡിൽ നിന്ന് കൂടി വന്ന ജനസമൂഹത്തെ നോക്കിക്കൊണ്ട് ചോദിച്ച ചോദ്യങ്ങളിൽ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. തൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കം വെളിപ്പെടുത്തുന്ന ഉജ്ജ്വലമായൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഏതെന്നറിയാമോ? നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? ഹല്ലേലൂയ. യേശുവിനെ പ്രസംഗിക്കാൻ ചെറുപ്പത്തിലെ കവലയിലിറങ്ങിയ ഒരു ഉപദേശിയാണ് ഞാൻ. മനസ്സിലായി? എൻ്റെ അപ്പൻ ഉപദേശിയായിരുന്നു. 75-ലധികം വർഷങ്ങൾ ആറയൂർ വിവിധ പരിസര പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹം ഒത്തിരി പ്രസംഗിച്ചിട്ടുള്ളൊരു ദൈവദാസനാണ്. പാസ്റ്റർ ആയി ബെഞ്ചമിൻ നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്തൃദാസൻ്റെ ചങ്ങാതിയായിരുന്നു. അദ്ദേഹം ഇവിടെ നടത്തുന്ന യോഗങ്ങളിലൊക്കെ എൻ്റെ പിതാവ് ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ചാക്കോ പാസ്റ്റർ, എബ്രഹാം ചാക്കോ എന്നറിയപ്പെടുന്ന കർത്തൃദാസൻ. 75-ലധികം വർഷങ്ങൾ അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ള ഒരാളാണ്. കവലപ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. യേശുവിനെക്കുറിച്ച് വാദോരാതെ പാടുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന എൻ്റെ അപ്പനെ ഞാനിങ്ങനെ ആർത്തിയോടെ നോക്കി നിന്നിട്ടുണ്ട്. എനിക്കൊരു നാരങ്ങ മുട്ടായിയൊക്കെ വാങ്ങിച്ചു തന്ന് ഏതെങ്കിലും ഒരു കടത്തണ്ടയിലൂടെ പിടിച്ചിരുത്തി, മക്കൾ ഇവിടെ ഇരിക്കുക, ഞാനൊന്ന് പ്രസംഗിക്കട്ടെ, കേട്ടോണ്ടിരിക്കണം കേട്ടോ, ഉറങ്ങല്ലേ, ഇറങ്ങി എങ്ങും പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ അവിടെ ഇരുത്തിയിട്ട് ചെറുപ്പകാലങ്ങളിൽ എൻ്റെ ചെറുപ്പത്തിൻ്റെ ഓർമ്മകൾ അതാണ്. അങ്ങനെ പ്രസംഗിച്ചിരുന്ന ആ ഭക്തനായ മനുഷ്യൻ യേശുവിനെ ഇങ്ങനെ വാദോരാതെ പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. പിന്നീട് ഒരു പ്രായമൊക്കെ ആയപ്പോൾ യേശുവിനെ പ്രസംഗിക്കാൻ കവലയിൽ ഞാനും ഇറങ്ങി പതുകെ അറിയാവുന്ന പോലൊക്കെ വിളിച്ചു പറഞ്ഞു. അന്നത്തെ ഏറ്റവും വലിയ മുദ്രാവാക്യം ഇൻകുലാബ് സിന്ദാബാദ് ഒന്നും ആയിരുന്നില്ല. അന്നത്തെ ഏറ്റവും വലിയ മുദ്രാവാക്യം യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, രാജാവായി വേഗം വരുന്നു, പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ഈ 2-3-4 കാര്യം പറയുമ്പോൾ ഏതോ ഒരു സംതൃപ്തി, ഒരു ആത്മനിർവൃതിയൊക്കെയാണ്.
കൊച്ചൊരു പയ്യൻ വഴിവക്കെ നിന്ന് ഇത് വിളിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ സന്തോഷമുള്ളവർ വല്ല മുട്ടായി വാങ്ങിച്ചൊരു നാരങ്ങ വെള്ളം വാങ്ങിച്ചവരൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി വെള്ളം കുടിച്ചിട്ടുണ്ട്. പിന്നെ പ്രസംഗം ഇത് മാത്രം പറഞ്ഞാൽ പോരാന്ന് ഓർത്തപ്പോൾ വെള്ളം കുടിച്ചിട്ടുണ്ട്. മനസ്സിലായി? പിന്നെ ഇത് മാത്രം പറഞ്ഞാൽ പോരാ, വേറെ എന്തെങ്കിലും കൂടെ ഒക്കെ പറയണമെന്ന് ഓർമ്മ വന്നപ്പോഴേ ഇരുന്ന് പഠിക്കാൻ തുടങ്ങിയത്. അപ്പൻ തന്നെ പഠിപ്പിച്ചു, അപ്പൻ തന്നെ പഠിപ്പിച്ച് കവലയിൽ ഇറക്കിയതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, അപ്പൻ്റെ പ്രസംഗം കേട്ട് തുടങ്ങിയതായിരിക്കുന്ന എൻ്റെ കവലപ്രസംഗത്തിൽ ഇന്നും യേശു എന്ന് പറയുന്ന ആ പുണ്യത്തെ പറഞ്ഞ് കൊതി വന്നിട്ടില്ല, കൊതി തീർന്നിട്ടില്ല. ഇപ്പോഴും അത് തന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പറയാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞു വന്നത്. യേശുവിനെ ഇങ്ങനെ വാദോരാതെ പറയാൻ അപ്പൻ പ്രസംഗി ആയതുകൊണ്ട് ഞാനതിൻ്റെ പിന്തുടർച്ചയ്ക്ക് കേവലം ഇറങ്ങിയതല്ല. അപ്പൻ ആധികാരികമായി പറയുന്ന വാക്കുകളിൽ ഞാൻ ശ്രദ്ധ ഊന്നിയത് യേശു ചോദിച്ച ചോദ്യമാ, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? പച്ച മനുഷ്യൻ 33.5 വയസ്സിനോട് അടുക്കുമ്പോൾ ചോദിച്ച ചോദ്യം ഇത്, ഞാൻ പാപം ചെയ്തു എന്നാർക്ക് ബോധ്യമാകാം? ആ ചോദ്യത്തിന് മറുപടി ഇന്നും ആരും പറഞ്ഞിട്ടില്ല, നാളെയൊട്ടാരും എഴുന്നേൽക്കത്തുമില്ല. അങ്ങനെ ഒരു യേശുവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മനുഷ്യത്വത്തിൽ തിളക്കമുള്ളൊരു യേശുവാണ്. ഇത് ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പോൾ യേശു മനുഷ്യത്വത്തിൽ തിളക്കമുള്ളവൻ. ലൂക്കോസ് 1:35 യേശു മനുഷ്യത്വത്തിൽ തിളക്കമുള്ളവൻ. അത് യോഹന്നാൻ 8:46 നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം. 8:46 വാക്യമാണ്. ഇനി മൂന്നാമതൊരു വാക്യം തരാം. 3 വാക്യമെന്ന് ഞാൻ പറഞ്ഞില്ലേ? മൂന്നാമത്തെ ഒരു വാക്യം കേട്ടോണം. യോഹന്നാന്റെ സുവിശേഷം 19:5-6 നിയമത്തിൻ്റെ അവസാന വാക്കായി പീലാത്തോസ് എന്ന റോമൻ പ്രൊക്കുറേറ്റർ തൻ്റെ പ്രട്ടോറിയത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ, അവിടെ അങ്കണത്തിൽ കൂടി വന്ന ജനങ്ങളോട് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇവനിലൊരു കുറ്റവും കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവനിലൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞത് യേശുവിൻ്റെ കൂടെ നടന്നവരല്ല. അന്നത്തെ റോമൻ നിയമത്തിൻ്റെ കാവലാളായ, റോമൻ നിയമത്തിൻ്റെ അവസാന വാക്കായ പീലാത്തോസ് വിളിച്ചു പറയുന്നത്, ഞാൻ ഇവനിലൊരു കുറ്റവും കാണുന്നില്ല. ഞങ്ങൾ ഉപദേശവർഗം ഒരുമിച്ച് നിന്നുകൊണ്ട് പറയുന്നു, അതെൻ്റെ യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കത്തിൻ്റെ സാക്ഷ്യമാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? വിസ്തരിച്ചു. അന്നാസ്, കയ്യഫാവ്, പിന്നെ സന്നദ്ധരിയും സംഘം, പിന്നെ പീലാത്തോസ്, പിന്നെ ഹെരോദാവ്, മാറി 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 വിസ്തരിച്ചു. അവർക്കാർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഒരു കുറ്റവും. അതുകൊണ്ട് എൻ്റെ യേശു മനുഷ്യത്വത്തിൽ തിളക്കമുള്ളവനാണ്. ബോധ്യമായവർ എത്ര പേരുണ്ട്? കരമുയർത്തി ഹല്ലേലൂയ പറയാൻ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും, എനിക്കറിയാം. പക്ഷേ ഹല്ലേലൂയ മാത്രം പറഞ്ഞാൽ പോരാ, ഈ 3 ക്വാളിറ്റിയും നമ്മിലേക്ക് വ്യാപിപ്പിക്കുവാൻ നാം സമർപ്പിച്ചു കൊടുത്തേ പറ്റൂ. ഈ യേശുവിനെ നാം ആരാധിക്കുക. യേശു നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, ഈ യേശു നമ്മുടെ പ്രാണനാഥൻ. ഈ ക്രിസ്തു യേശുവിനെ പോലെയാകാൻ നാം സമർപ്പിതരായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ജീവിതത്തിൽ കുറ്റമില്ലാത്തവരായി, പാപമില്ലാത്തവരായി, ദോഷമില്ലാത്തവരായി നമ്മുടെ പച്ചയായ ജീവിതത്തെ പവിത്രതയോടെ, പരിപാവനതയോടെ, അനന്യതയോടെ, നീതിയോടെ കാത്തുകൊള്ളാൻ നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യത്വത്തിൽ കുറ്റമില്ലാതിരിക്കാൻ ഞാൻ 3 ചിന്തകൾ പറയാം. കേൾക്കണം ഇന്ന് രാത്രി. പെണ്ണും ആണും കേൾക്കണം, കുഞ്ഞും വലുതും കേൾക്കണം. നമ്മുടെ മനുഷ്യത്വം ഇനി ആ ജീവിതത്തിൽ എത്ര ദിവസം ബാക്കിയുണ്ട്, എത്ര മാസം ബാക്കിയുണ്ട്, എത്ര ആഴ്ച ബാക്കിയുണ്ടെന്നൊന്നും അറിയില്ല. എത്ര ദിവസം ബാക്കിയുണ്ടെങ്കിലും നാം അറിഞ്ഞിരിക്കേണ്ട 3 പ്രധാന കാര്യങ്ങളെ കുറിച്ചെടുത്തുകൊണ്ട് പോകണം, നെഞ്ചിൽ പാകി വെച്ചുകൊണ്ട് പോകണം. ഒരിക്കലും മറക്കരുത്. എങ്ങനെയാ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ കുറ്റമില്ലാതിരിക്കാൻ പറ്റുക? 1, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകക്കാരല്ലാതെ ജീവിച്ചോണം. എത്ര പേർക്ക് മനസ്സിലായി? ഈ നീണ്ട മൗനം മനസ്സിലായെന്നാണോ മനസ്സിലായില്ലെന്നാണോ? ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ ലോകക്കാരല്ലാതെ ജീവിക്കണമെന്ന്. ലോകത്തിൻ്റെ ആർഭാടം, ആഡംബരങ്ങൾ, ലോകത്തിൻ്റെ ആഘോഷം, ലോകത്തിൻ്റെ ആമോദം, ആനന്ദം, ഇതിൻ്റെ ആഭിചാരം, ഇതിൻ്റെ വ്യഭിചാരം, ഇതിൻ്റെ മാത്സരികത അടക്കമുള്ള കാര്യങ്ങളോട് ഏകീഭവിക്കാതെ അകന്നു നിന്നുകൊണ്ട് വ്യത്യസ്തതയോടെ ജീവിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞേ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകക്കാരല്ലാതെ ജീവിക്കണം. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? എത്ര പേര് സ്തോത്രം പറയും? പ്രൈസ് ദി ലോർഡ്. 2ാമത്തെ ചിന്ത കിട്ടണം. ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡപ്രകാരമല്ലാതെ ജീവിച്ചോണം. കണ്ണ് കാണാൻ ആഗ്രഹിക്കുന്ന ചിലത് കാണിച്ചു കൊടുക്കരുത്. കാത് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കേൾപ്പിച്ചു കൊടുക്കരുത്. നാവ് പറയാൻ ത്രസിക്കുന്ന ചില വാക്കുകളെ വിഴുങ്ങിക്കോണം, പറയരുത്. ഈ കൈകൾ തൊടണം, പിടിക്കണം, എടുക്കണം, എഴുതണം, ഡയൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഈ വിരലുകൾ ആഗ്രഹിക്കുന്ന ചില സംഗതി ഉണ്ട്. നോ എന്ന് ഈ വിരലുകളോട് പറയണം. കൈയോട് പറയണം, എനിക്കത് തൊടാൻ പാടില്ല. വായോട് പറയണം, എനിക്കത് കഴിക്കാൻ പാടില്ല. ശരീരത്തോട് പറയണം, എനിക്ക് അമ്മാതിരിയുള്ളത് ഉടുക്കാൻ പറ്റില്ല. മനസ്സിനോട് പറയണം, ആ കൂട്ടത്തിൽ എനിക്ക് പെടാൻ പറ്റില്ല. ഗെറ്റ് ടുഗദറിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ആ ബന്ധം എനിക്ക് വേണ്ട.
എന്ന് ശരീരത്തെ താക്കീത് ചെയ്യാൻ കഴിയുന്നവന് മാത്രമേ മനുഷ്യത്വത്തിൽ തിളക്കമുണ്ടാക്കാൻ പറ്റൂ. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ലോകത്തിൽ മെമ്പർഷിപ്പുണ്ട്, ദൈവസഭയ്ക്കകത്ത് മെമ്പർഷിപ്പുണ്ട്. അങ്ങനെ ചില അപൂർവ ഇനം ജീവികളുണ്ട് ദൈവസഭയ്ക്കകത്ത്, അറിയാവോ? ലോകത്തിൽ മെമ്പർഷിപ്പുണ്ട്, പിന്നെ ദൈവസഭയ്ക്കകത്തും മെമ്പർഷിപ്പുണ്ട്. കൺവെൻഷൻ കൂടുമ്പോൾ ഇവിടെയും, പെരുന്നാൾ വരുമ്പോൾ അവിടെയും, തിരുനാൾ വരുമ്പോൾ അപ്പുറത്തും, അമ്മച്ചിയുടെ ഓർമ്മ പെരുന്നാളിൻ്റെ പായസം കുടിക്കാൻ അവിടെയും, മാസയോഗത്തിൻ്റെ ചോറ് കഴിക്കാൻ ഇവിടെയും. ഇങ്ങനെയുള്ള കുറേ അപൂർവം ജീവികളുണ്ട് സുവിശേഷത്തെ അപമാനിക്കാൻ, ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡപ്രകാരം അല്ലാതെ ജീവിക്കാൻ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? പാട്ടൊക്കെ സൂപ്പറാ. ഫറവോനു ഞാൻ ഇനി അടിമയല്ലേ. പാട്ടിൻ്റെ താളവും ശ്രുതിയും ലയവും സംഗതികളെല്ലാം കൂടെ കോർത്തിണക്കി എന്നാ സുഖമാണ് കേൾക്കാനെന്നറിയാം. പക്ഷെ പാടുന്ന പുള്ളി ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഫറവോൻ്റെ തിണ്ണയിലെ ചാരുകസേരയിൽ ഇരുന്നുകൊണ്ടാണ് പാടുന്നത്. ഫറവോൻ്റെ തിണ്ണ ഇതുവരെ വിട്ടിട്ടില്ല. മനസ്സിലായില്ലേ? അങ്ങനെ കുറേ ജീവികളുണ്ട് ആത്മീക തലത്തിൽ. അതിനൊക്കെ മാറ്റം വരണം ഈ പ്രാവശ്യത്തെ കൺവെൻഷനിൽ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? അപ്പോൾ ഒന്ന്, ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകപ്രകാരമല്ലാതെ ജീവിക്കണം. ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡപ്രകാരമല്ലാതെ. രണ്ടാമത്തെ ചിന്ത അത്. ഇനി മൂന്നാമത്തെ ചിന്ത ശ്രദ്ധിച്ചോണേ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വേറൊരു ലോകത്തിനു വേണ്ടി കൊതിച്ചോണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതിനകത്ത് അല്പം പ്രാവചനിക ചുവയാണ്. ഈ ലോകത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വരാനുള്ള ലോകത്തിന് വേണ്ടി അദമ്യമായൊരു അഭിലാഷം, ആഗ്രഹം, വാഞ്ച ഉണ്ടാകണം. അതേതാ വരാനുള്ള ലോകം? സത്യധർമ്മ ന്യായ നീതികളെ കോർത്തിണക്കിക്കൊണ്ട് രാജ്യം ഇവിടെ വരാൻ പോവുക, ഇവിടെ ലാൻഡ് ചെയ്യാൻ പോവുക. ആ രാജ്യം ആരുടെ കയ്യിലാണെന്നറിയാമോ? സമത്വ സുന്ദരമായ ക്ഷേമരാഷ്ട്രം എന്നൊക്കെ ഇവിടെ ഘോരഘോരം പറയുമ്പോഴും ഇവിടുത്തെ ഇടപാടുകളൊക്കെ അതിന് നേരെ വിരുദ്ധമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏതെങ്കിലുമൊക്കെ ഒരു ജാതി മതി, ഒരു മതം മതി എന്നൊക്കെയുള്ള വിചാരത്തിലേക്ക് കാര്യങ്ങൾ അണിയറയിൽ നിഗൂഢ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. കർത്തൃദാസൻ അതിനെയൊക്കെ പരാമർശിച്ചല്ലോ. വല്ലാത്ത പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസങ്ങളിൽ ഇനി എന്തൊക്കെയാണ് വിളംബരമുണ്ടാകാൻ പോകുകയെന്നറിയില്ല. മിഷണറിമാരുടെ അതിശീഘ്രമായ പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാണിടുമെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ മാസം 15-ാം തീയതി സകല സ്കൂളിലെയും കുട്ടികൾ, അത് ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ വിഷയമല്ല, 15-ാം തീയതി സകല കുട്ടികളും സൂര്യ നമസ്കാരം ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നു രാജസ്ഥാനിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംഗതികൾ. അപ്പോഴും നമ്മൾ രാമായണം വായ്ത്താരി പറയുന്നുണ്ട്, മതനിരപേക്ഷത, മതസ്വാതന്ത്ര്യം എന്നൊക്കെ നമ്മൾ ആവേശത്തോടെ പറയുന്നുണ്ട് നമ്മുടെ നേതാക്കന്മാരൊക്കെ. പക്ഷേ അതിനൊക്കെ കുച്ചുവിലങ്ങിട്ടുകൊണ്ട് കാണാൻ പോകുന്ന പൂരമൊന്നും പറഞ്ഞു കേൾപ്പിക്കണ്ടല്ലോ. മനോരമ, മംഗളം, മാധ്യമം, മാതൃഭൂമി, ജനയുഗം, തനിനിറം, ദീപിക, ഇതൊന്നും പോരെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള സകല ന്യൂസ് തട്ടകങ്ങളും വാരി വിതറുന്ന വാർത്തകൾ കേട്ട് പേടിക്കൊന്നും വേണ്ട. കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന ഒരു മറ്റം ദൈവമക്കൾ ഇവിടെയുണ്ട്. വീണ് കിടക്കുന്ന ഒരു മറ്റം ദൈവമക്കൾ ഇവിടെയുണ്ട്. അവരുടെ പ്രാർത്ഥന പോലെ കാര്യങ്ങൾ നടക്കൂ എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ചിലരെയൊക്കെ കൊന്നു കൂട്ടിയിട്ടുണ്ട്, ചിലരെയൊക്കെ കത്തിച്ച് ചാമ്പലാക്കിയിട്ടുണ്ട്, ചില പള്ളികൾ പൊളിച്ചിട്ടുണ്ട്. JCBയുടെ നീളം കൈകൾ പള്ളിയുടെ കുരിശടി തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. ആൾത്താരയ്ക്കകത്ത് അവർ ആനന്ദ നൃത്തം ചെയ്തിട്ടുണ്ട്. ഉയരത്തിൽ പണിതുയർത്തിയിരുന്ന കുരിശിൽ അവരുടെ കൊടി കെട്ടിപ്പാറിച്ചിട്ടുണ്ട്. അതൊക്കെ സംഭവിക്കും. പക്ഷെ വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ കർത്താവ് പരിഗണിക്കാതെ പോകില്ല. ദൈവം അവരെ ലജ്ജിപ്പിക്കത്തില്ല. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ ആത്മീയമായ ദാഹത്തിനും ഞാൻ നിങ്ങൾക്ക് 2 വാക്യങ്ങൾ തരാം. ഇതിനിടയിൽ 2 വാക്യങ്ങൾ തരാം. എസ്തേറിൻ്റെ പുസ്തകം 3:15, എസ്തേറിൻ്റെ പുസ്തകം 8:15. 2 വാക്യങ്ങളെയും കൂടെ സമഞ്ജസമായി സമ്മേളിപ്പിക്കണം. 3:15 എസ്തേർ. അവിടെ വായിക്കുന്ന 3:15 വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു: ശൂശൻ പട്ടണം കലങ്ങിപ്പോയി. മറന്നു പോകരുത്. ദൈവമക്കൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുക, ശൂശൻ പട്ടണം കലങ്ങിപ്പോയി. ഇനിയും 8:15 വാക്യത്തിൻ്റെ അവസാന വാക്യം, ശൂശൻ പട്ടണം ആർത്തു സന്തോഷിച്ചു. പ്രൈസ് ദ ലോർഡ്. ആ വാക്യത്തിൻ്റെ ആഴം മനസ്സിലായവർക്ക് സ്വോത്രം പറയാൻ പറ്റത്തുള്ളൂ. ആൻറ്റിമാർക്ക് മനസ്സിലായോ? മമ്മിമാർക്ക് മനസ്സിലായോ? സഹോദരി വർഗത്തിന് മനസ്സിലായോ? 3:15 വാക്യത്തിൽ പറയുന്നത് ശൂശൻ പട്ടണം കലങ്ങിപ്പോയി. എന്തുകൊണ്ടാണ് ശൂശൻ പട്ടണം കലങ്ങിപ്പോയത്? ആ ശൂശൻ പട്ടണത്തെ മുഴുവനും കൂടെ നിർമ്മാർജ്ജനം ചെയ്യാൻ, കൊള്ള ചെയ്യുവാൻ, അവിടെയുള്ള സ്ത്രീകളെ അപമാനിക്കാൻ, കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കാൻ, പുരുഷന്മാരെ നിഗ്രഹിക്കാൻ, അവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടാൻ, അതെല്ലാം
അതെല്ലാം കൊള്ള ചെയ്യാൻ രാജാവ് അനുമതി കൊടുത്തു. അതിൻ്റെ പിന്നിൽ പ്രേരക ശക്തി ഹാമാനായിരുന്നു. ഈ വിളംബരം പ്രചരിപ്പിച്ചത് കേട്ടപ്പോഴാണ് ശൂശൻ പട്ടണത്തിൽ യഹൂദന്മാർ കലങ്ങിപ്പോയത്. പക്ഷേ 8:15 ഇതിന് നേരെ വിരുദ്ധമായൊരു വാക്യം പറയുന്നു. ശൂശൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു. ഈ കലക്കമെന്ന 3:15 8:15 എന്ന ആർപ്പിനും ഇടയിൽ സംഭവിച്ചത് മൊർദെഖായിയുടെ പ്രാർത്ഥനയാണ്, എസ്തേറിന്റെ പ്രാർത്ഥനയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ദൈവദാസന്മാർ ഒരുമിച്ച് നിന്നുകൊണ്ട് പറയുന്നു, മൊർദെഖായിയെ പോലെ വീണ് കിടന്ന് പ്രാർത്ഥിക്കാൻ, എസ്തേറിനെ പോലെ രാജവസ്ത്രം മാറ്റി അന്തപ്പുരം വിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഭയാനകമായ സ്ഥിതിക്ക് ഭേദമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരെ കരമടിച്ച് കർത്താവിനെ ഒന്ന് അല്പസമയം സ്തുതിച്ച് ദേശത്തൊരു വലിയ ദൈവപ്രവൃത്തി, രാജ്യത്തൊരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഒരുപറ്റം ആളുകളെ ഇവിടുന്ന് പാടെ ഇല്ലാതെയാക്കിക്കൊണ്ട് എന്തൊക്കെ പടുത്തുയർത്താൻ ശ്രമിക്കുന്നത് ഭോഷത്വമാണെന്നുള്ളത് ദൈവാത്മാവ് ഉള്ളങ്ങൾക്ക് ബോധ്യമാക്കി കൊടുക്കേണ്ടതിന് വേണ്ടി ശക്തമായി കർത്താവിനെ സ്തുതിക്കട്ടെ. ദൈവമക്കൾ വെറുതെ ഒരു ചടങ്ങെന്നതുപോലെ കൈയടിക്കേണ്ട ആത്മനിയോഗത്തോടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്ത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു രാജ്യം വരാൻ പോകുന്നു. ആ രാജ്യം കർത്താവിൻ്റെ കയ്യിലാണ്. അവിടെ ഇൻക്വിലാബില്ല, പിക്കറ്റിംഗില്ല, ഹർത്താവില്ല. നമ്മുടെ കുഞ്ഞു പെങ്ങന്മാർ ഒരെണ്ണം പോലും അപമാനിക്കപ്പെടത്തില്ല. ഒറ്റ പുരുഷനും നിഗ്രഹിക്കപ്പെടത്തില്ല. ഒരു കുഞ്ഞും അന്യാധീനപ്പെടത്തില്ല. ഒരനാഥനും ഒരു ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയും ഉണ്ടാകത്തില്ല. വിഭാര്യന്മാരോ അല്ലെങ്കിൽ വിധവമാരോ ഇല്ലാത്തൊരു അനുഗ്രഹിത രാജ്യം വരാൻ പോവുകയാണ്. കൊള്ളയും കള്ളവും കാപാലികതയും നരാധമത്വവും പൈശാചികതയും പ്രാകൃതത്വവും ഒക്കെ പാടെ പരിത്യജിച്ചുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സമത്വ സുന്ദരമായ ക്ഷേമരാഷ്ട്രം, സത്യം, ധർമ്മം, ന്യായം, നീതി ആദിയായവയെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് രാജ്യം വരാൻ പോകുന്നു. ആ രാജ്യത്തിന് വേണ്ടി കൊതിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഈ രാജ്യത്തിൽ മുൻപോട്ട് പടഞ്ഞു വീണ് തീരണ്ട വന്നാലും ആ രാജ്യത്തിലേക്ക് കയറുക എന്നുള്ളത് തിരിച്ചറിഞ്ഞോണം. അങ്ങനെ ഒരു പ്രത്യാശയോടെ നമുക്ക് ജീവിക്കണം. അപ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകക്കാരല്ലാതെ ജീവിക്കണം. ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡപ്രകാരമല്ലാതെ ജീവിക്കണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വരാനുള്ള ലോകത്തിൻ്റെ പ്രതീക്ഷയോടെ യോഗ്യതയോടുകൂടെ ജീവിച്ചോണം. അങ്ങനെ ജീവിച്ചാൽ യേശുവെ പോലെ മനുഷ്യത്വത്തിൽ തിളക്കത്തോടെ ജീവിക്കാൻ പറ്റും. ആശയം മനസ്സിലായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. വേഗം മുൻപോട്ട് പോകാം. അടുത്തത് യേശുവിൽ വിശ്വസിക്കണമെന്ന് പറയാനുള്ള പ്രധാന കാരണം യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വമാണ്. പദങ്ങൾ ഓർത്തിരുന്നോണം. മനുഷ്യത്വത്തിൻ്റെ തിളക്കം, ദൈവത്വത്തിൻ്റെ മഹത്വം. മനുഷ്യത്വവും ദൈവത്വവും കൂടെ ഒരുമിച്ച് സമ്മേളിക്കപ്പെട്ട അതിശ്രേഷ്ഠമായ ഒരു ഔന്നത്യമാണ് എൻ്റെ കർത്താവെന്ന് പറയുന്നത്. മനുഷ്യത്വത്തിൽ തിളക്കമുണ്ട്, ദൈവത്വത്തിൽ മഹത്വമുണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്നത് ക്രിസ്തുവെന്ന ഔന്നത്യം, ക്രിസ്തുവെന്ന ഉത്തുംഗപ്രതാപം, ക്രിസ്തുവെന്ന ആശ്രയിപ്പാൻ യോഗ്യനായവൻ. അതുകൊണ്ടാണ് എല്ലാവരും അവനിൽ വിശ്വസിക്കണമെന്ന് പറയുന്നത്. ഇനി യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ വാക്യങ്ങൾ പറയാം. ശ്രദ്ധിച്ചു കേട്ടോണം, വിവരിപ്പാൻ നേരമില്ല. യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ വാക്യങ്ങളെ മനഃപ്പാടമാക്കിക്കോണം, നെഞ്ചിൽ കരുതിക്കൊള്ളണം. വിഷമതകളുടെ മുമ്പിൽ, സമരമുഖങ്ങളുടെ മുമ്പിൽ, പ്രതികൂലങ്ങളുടെ മുമ്പിൽ, ഒറ്റപ്പെടലുകളുടെ മുമ്പിൽ, ഒറ്റപ്പെടുത്തപ്പെടുന്ന ചില സാഹചര്യങ്ങളുടെ മുമ്പിൽ, കീശയിൽ ഒരു ചായ കുടിക്കാൻ പോലും തുട്ടില്ലാതെ വരുന്നൊരു വല്ലാത്ത സാഹചര്യമുണ്ടല്ലോ. ഇല്ലായ്മകളിലും വല്ലായ്മകളിലും നീറുന്ന നൊമ്പരങ്ങൾ വല്ലാതെ നമ്മുടെ ജീവിതത്തെ വല്ലാതെ ഭ്രമിപ്പിക്കുമ്പോഴെല്ലാം മറന്നുപോകാതെ ഹൃത്തടത്തിൽ മണിമുഴക്കം പോലെ തെളിഞ്ഞ് തെളിഞ്ഞ് കേൾക്കേണ്ട ചില വാക്യങ്ങൾ ഞാൻ തരാം. ക്രിസ്തു ദൈവമാണെന്നുള്ളതിൻ്റെ അനുഗ്രഹിത തെളിവുകൾ. എത്ര പേർക്ക് സന്തോഷമുണ്ടത് കേൾക്കാൻ? ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മളെല്ലാം കൂടെ സ്തുതിച്ച് ആരാധിച്ച് യേശുവിനെ അങ്ങ് ദൈവം ആക്കിയതൊന്നുമല്ല. കർത്താവ് ഓൾറെഡി ദൈവമാണ്. ബെത്ലഹേമിൽ ജനിച്ച് ഗോൽഗോഥായിൽ മരിച്ച ശേഷം ദൈവമായിട്ട് അവരോധിതമായതല്ല. ദൈവമായി ഇരുന്നപ്പോൾ തന്നെയാണ് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് ഇവിടേക്ക് ഇറങ്ങി വന്നത്. സുവിശേഷത്തിൻ്റെ മഹത്വപൂർണ്ണമായ സംഭവമാണ് യേശുവിൻ്റെ തിരുവവതാരം, പരമയാഗം, യേശുവിൻ്റെ പുനരുദ്ധാനം. ഉണ്ടോ? തിരുവവതാരം, പരമയാഗം, പുനരുദ്ധാനം, ഇത് മൂന്നും യേശുവിൻ്റെ മഹത്വരമായ രക്ഷാകര പദ്ധതിക്ക് വേണ്ടിയുള്ള നടപടികളായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് സ്വർഗാരോഹണം ചെയ്തു പരിശുദ്ധാത്മാവിനെ ഇവിടേക്ക് തന്നു. ഇനി വീണ്ടും വരാൻ പോകുന്നു. അങ്ങനെ സുവിശേഷത്തിൻ്റെ മഹത്വപൂർണ്ണമായ സംഭവങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. യേശു ആയി ബെത്ലഹേമിൽ ജനിച്ച ശേഷം ജീവിതത്തിൻ്റെ നടപടികൾ കണ്ടിട്ട് ദൈവമാക്കിയതല്ല. ഓൾറെഡി കർത്താവ് ദൈവം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ ഉജ്ജ്വലമായി തെളിവുകൾ തരുന്ന വാക്യങ്ങൾ ഞാൻ തരാം. ശ്രദ്ധിച്ചു കേട്ടോണം. ജീവിതത്തിൽ ഒറ്റപ്പെട്ട് യാത്ര ചെയ്യുന്ന വേളയിലും വഴിയിൽ വീണുപോകുമെന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങളിൽ, ആരുമില്ല ഒന്ന് കൈത്താങ്ങാൻ എന്ന് തോന്നി വല്ലാതെ വശായി പോകുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകേണ്ടത്, നമ്മുടെ
നെഞ്ചിൽ മായാതെ മണിമുഴക്കം പോലെ ധ്വനിക്കപ്പെടേണ്ടതുമായി ചില വാക്യങ്ങൾ അക്കമിട്ട് ഞാൻ അങ്ങോട്ട് പറയാം. വിവരിപ്പൻ എന്നോട് പറയരുത്. വിവരിപ്പൻ പറഞ്ഞാൽ രാത്രി വൈകിയേ വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഇന്നൊരു ദിവസം മാത്രം പ്രസംഗിക്കുന്ന ഞാൻ യോഗത്തെ നീട്ടിക്കൊണ്ടുപോയാൽ അത് നാളെയുടെ ദിനങ്ങളെ ബാധിക്കും. മനസ്സിലായില്ലേ? നാളെ ഞാനല്ല പ്രസംഗിക്കുന്നത് എന്നും കൂടെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇന്ന് നീണ്ടുപോയാൽ നാളെ വരാതിരിക്കരുത്. നാളെ വേറൊരു ദൈവദാസനാണ്, അത് എബ്രഹാമാണ്. പക്ഷേ ജനപ്രിയ പ്രസംഗകൻ്റെ പ്രസംഗം കേൾക്കാൻ വരാതിരിക്കരുത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നീട്ടുമെന്നല്ല പറഞ്ഞത്. എന്നോട് പാസ്റ്റർ ഒരു സമയം പറഞ്ഞിട്ടുണ്ട്, സെക്രട്ടറി ഒരു സമയം കാതിൽ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കൃത്യമായിട്ട് നിർത്തും. പക്ഷേ അതിനു മുമ്പ് ഈ ദൈവത്വത്തിൻ്റെ ഉജ്ജ്വല വേദവാക്യങ്ങൾ, വേദസൂക്തങ്ങൾ നാട്ടുകാരും എൻ്റെ വീട്ടുകാരും അറിയാതെ പോകരുത്. സഭാജനങ്ങൾ, കൂട്ടായ്മക്കാരറിയണം. കേട്ടോണം. ഒന്നാമത്തെ വാക്യം തീത്തോസ് 2:12 വാക്യമാണ്. ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നവൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം പറയുന്നത് മഹാദൈവം എന്നാണ്. പ്രൈസ് ദ ലോർഡ്. യേശു മഹാദൈവമാണെന്ന് പറഞ്ഞിട്ട് ഒറ്റ ഇരിപ്പിരിക്കുന്നതല്ല, അതൊരു കുഞ്ഞു സ്വോത്രം പോലും പറഞ്ഞില്ലല്ലോ. യേശു പറഞ്ഞ പോലെ ആറയ്യൂരുകാരെ നിങ്ങൾക്ക് കഷ്ടം. യേശു ദൈവമാണെന്നല്ല പറഞ്ഞു, മഹാദൈവമാണെന്നാണ് പറഞ്ഞു. തീത്തോസ് 2:12. ഒത്തിരി ദൈവങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ ദൈവങ്ങൾക്കെല്ലാം മീതെ ഒരു ദൈവം, അതാണ് മഹാദൈവം. മഹാദൈവത്തിന് മാത്രമേ മഹാകാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. മഹാകാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ പേരാ മഹാദൈവം. ആ ദൈവം വേറെ ആരുമല്ല, നമ്മുടെ കർത്താവാണ്. ആ കർത്താവിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകാതിരിക്കുന്നതിൻ്റെ കാരണം അവൻ മഹാദൈവമായതുകൊണ്ട്, മഹാകാര്യങ്ങൾ ചെയ്യുമെന്നുള്ളത് കൊണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ഇത് നടക്കില്ല, ഇനി ഏത് ഡോക്ടറെ കൊണ്ട്, ഇനി ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടറെ, ഇനി ഏത് ഹോസ്പിറ്റലാണ് കൊണ്ടുപോകേണ്ടത്, ഇനി ഏത് വക്കീലിനെയാണ് കാണേണ്ടത്, ഇനി ഏത് പാർട്ടി നേതാവിനെയാണ് കാണേണ്ടത് എന്നോർത്ത് പരിതാപപ്പെട്ട് വല്ലാതെ അവശരായി വിവശരായി അലഞ്ഞു ഉലഞ്ഞു വല്ലാത്ത പരുവമായിട്ടുണ്ടാകുക. തീത്തോസ് 2:12 അങ്ങ് ആകത്തോട്ട് വിഴുങ്ങ്. തീത്തോസ് 2:12 അങ്ങ് ആശ്രയിക്ക്. എൻ്റെ കർത്താവ് മഹാദൈവമായതുകൊണ്ട് എന്നെ പൊക്കാൻ, എന്നെ നിവർത്താൻ, എന്നെ ഉറപ്പിക്കാൻ, എന്നെ സഹായിക്കാൻ, എന്നെ ശാക്തീകരിക്കാൻ. ഞാൻ പിടിച്ചു കയറിയാലും ഉയരത്തിലെത്താത്ത വിധം ഉയർന്നു നിൽക്കുന്ന എൻ്റെ സാമ്പത്തിക ബാധ്യതകളെന്ന മലയെ സമഭൂമിയാക്കാൻ കഴിയുന്ന ഒരു ദൈവം ഈ മഹാദൈവം തന്നെയാണ്. ഒരു ദുർവ്യാധി പിടിച്ചവൻ കിടപ്പിലായിപ്പോയി, ഇനി അവൻ എഴുന്നേക്കത്തില്ലെന്ന് കാതോരം എൻ്റെ ആളുകൾ മുഴുവനും പറഞ്ഞുകൊണ്ട് നടക്കുക. ഇനി അവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. പക്ഷേ തീത്തോസ് 2:12 പറയുന്നു, എൻ്റെ കർത്താവ് മഹാദൈവമാ, ഞാൻ അവനിൽ വിശ്വസിക്കുന്നു, അവനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യമില്ലെന്ന് ഉറപ്പുള്ളവർ കർത്താവിനെ സ്തുതിച്ച്. തീത്തോസ് 2:12 യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പറയുന്നു, അവൻ മഹാദൈവമാണ്. നാട്ടുകാർ കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ ഈ വർഷാവർഷം യോഗം നടത്തി യേശുവിനെ കുറിച്ച് വിളിച്ചു പറയുന്നതിൻ്റെ രഹസ്യം മനസ്സിലായോ? യേശുവിന് തുല്യം പറയാൻ വേറൊരാളില്ല, വേറൊരാളത്വമില്ലാത്തത് കൊണ്ടാണ്. ഇതിൻ്റെ പകുതിയെങ്കിലും വരുന്ന ഒരാളുണ്ടെങ്കിൽ അങ്ങോട്ട് നിങ്ങളെ വിട്ടേനെ. പക്ഷേ ഈ ആളത്വത്തിന് പകരം വയ്ക്കാൻ ഒരാളില്ലെന്നുള്ളത് കൊണ്ട്, ഒരാളത്വമില്ലെന്നുള്ളത് കൊണ്ട്, ഈ മഹാദൈവത്തെ പോലെ ഒരു ദൈവം വേറെ ഇല്ല എന്നതുകൊണ്ട് ഉറക്കെ പറയുന്നത്, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. പാറശാലയിലോ കൊറ്റാമത്തോ ഉദയംകുളങ്ങരയിലോ നെയ്യാറ്റിൻകരയിലോ ഏതെങ്കിലും ഹോട്ടലിൽ പോയി കഴിച്ച ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ലെങ്കിൽ പരാതിയൊന്നും പെടണ്ട, അവരോട് വഴക്കുണ്ടാക്കാനൊന്നും പോകണ്ട ചേട്ടാ. അപ്പുറത്ത് വേറെ ഹോട്ടലുണ്ട്, നല്ല ഹോട്ടൽ. നമ്മൾ കയറിയത് പെശകിപ്പോയെന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്ത് വേറെ നല്ല ഹോട്ടലുണ്ടെന്ന്. നല്ലൊരു വസ്ത്രാലയത്തിൽ കയറി തുണിയെടുത്തു, നല്ലതാണെന്ന് നാത്തൂൻ മച്ചമ്പി മൈനി പറഞ്ഞിട്ട് അവളോട് നമ്മൾ ഇടിച്ചു കയറിയത്. പക്ഷേ എടുത്തോണ്ട് വന്ന് ഒന്ന് ഉപയോഗിച്ച് കഴുകിയപ്പോഴാണ് മനസ്സിലായത് പഞ്ചായത്ത് കുളം മൊത്തം കലങ്ങിപ്പോയി. അതുപോലെ കളറിളകിയ സാധനം. നമ്മളെ കട പരിചയപ്പെടുത്തിയവരോട് എന്തൊക്കെ അമർഷം നമുക്ക് തോന്നി. വേണ്ടെന്ന് ദേഷ്യപ്പെടുകയും വഴക്കുണ്ടാക്കുകയൊന്നും വേണ്ട. വേറെ അപ്പുറത്ത് നല്ല കടയുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? കുളങ്കലയ്ക്ക് തുണി വിൽക്കുന്ന കട മാത്രം കയറണ്ട, വേറെ അപ്പുറത്ത് നല്ല കടയുണ്ടെന്ന്. പച്ചക്കറി കടയിൽ ചെന്നു വാങ്ങിച്ചെല്ലാം പഴുത്തതും ആ പാടെ വല്ലാതായിരുന്നു. വിഷമിക്കണ്ട, അയാളോട് വഴക്കുണ്ടാക്കാനൊന്നും പോകണ്ട, ദൈവമക്കളല്ലേ. വേറെ നല്ല പച്ചക്കറി കട അപ്പുറത്തുണ്ടെന്ന്. ആൻറ്റി, കുഞ്ഞ് പഠിക്കുന്ന സ്കൂളിൻ്റെ നിലവാരം നോക്കിയപ്പോൾ ശരിയല്ല. അവിടെ പഠിച്ച കുഞ്ഞ് 10ാം ക്ലാസ് കയറിപ്പോകത്തില്ലെന്ന് ഒരു സന്ദേഹം ഉണ്ടെങ്കിൽ അവിടെ തന്നെ പഠിപ്പിക്കാൻ നിർബന്ധിക്കേണ്ട. വേറെ സ്കൂളുണ്ട്, നല്ല നിലവാരമുള്ള സ്കൂളുണ്ട്. ഞാൻ ഈ പറഞ്ഞ സംഗതി മനസ്സിലായോ? ഏത് കാര്യത്തിനും നമുക്ക് ബദൽ മാർഗമുണ്ടെന്ന്. പക്ഷേ ഈ മഹാദൈവത്തിന് പകരം വയ്ക്കാൻ വേറെ ഓപ്ഷനില്ല.
ഈ മഹാദൈവത്തിന് പകരം വയ്ക്കാൻ വേറൊരു ദൈവമില്ലെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ വർഷവും ഈ മുറ്റത്ത് നിന്നുകൊണ്ട് ഇത് വിളിച്ചു പറയുന്നത്. അങ്ങുമിങ്ങും പോയി അലഞ്ഞതും ഉലഞ്ഞതും കൊടുത്തതും കൊണ്ടതും ഉരുണ്ടതും പെരണ്ടതും നിർത്തിയിട്ട് ഈ മഹാദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാനിടയായ നിന്റെ ജീവിതത്തിനൊരു വിടുതലുണ്ടാകും. വിശ്വസിക്കുന്നവരും അനുഭവിച്ചവരും അക്കാരം അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. യേശുവിൻ്റെ പേര് മഹാദൈവം. അതുകൊണ്ടാണ് പറയുന്നത് അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത് അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. കാരണം അവൻ മഹാദൈവമാണ്. തീർന്നില്ല. തീത്തോസ് അവിടെ നിൽക്കട്ടെ. തീത്തോസിലെ മഹാദൈവം അവിടെ നിൽക്കട്ടെ. വേറൊരു വാക്യം ഞാൻ തരാം. റോമാലേഖനം 9:5 റോമർ 9:5 യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വമാണ്. ഇവിടെ പ്രാർത്ഥിച്ച ദൈവദാസന്മാരൊക്കെ വിദഗ്ധമായിട്ട് പ്രസംഗിക്കാൻ വന്ന ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ പണി തന്നാ പ്രാർത്ഥിച്ച്. കർത്താവ് യേശുവിനെ മാത്രം ഞങ്ങൾക്ക് കേൾക്കണം, യേശുവിനെ മാത്രം ഞങ്ങൾക്ക് കേൾക്കണമെന്ന് രണ്ടുപേര് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പിന്നെ എനിക്കും പീറ്റർ പാസും ഗോലിയാത്തിനെ കൊണ്ട് എഴുന്നേക്കാൻ പറ്റുമോ? ദാവീദിനെ കൊണ്ട് എഴുന്നേക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇന്ന് രാത്രി യേശുവിനെ കുറിച്ച് മാത്രം കേൾക്ക്. സന്തോഷമാണോ? അവിടെ വന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കേൾക്കാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ വന്ന യേശു 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 എന്ന് മാത്രം പറഞ്ഞാൽ 2 പ്രസംഗരും പ്രാർത്ഥിച്ചവരോട് പരാതി പറഞ്ഞോണം. അവർ പ്രാർത്ഥിച്ച് ഞങ്ങളെ ഇങ്ങനെ ഒരുക്കി കയറ്റി വിട്ടപ്പോൾ പിന്നെ യേശു എന്നല്ലാതെ എന്തോ പറയാനാന്ന് പറ. സന്തോഷമാണോ? റോമർ 9:5 ഒന്ന് നോക്കിക്കേ ആൻറ്റി. റോമർ 9:5 നോക്കിയിട്ട് പരാതി പറച്ചിലും അപരാധി പറച്ചിലും ഒക്കെ നിർത്ത്. റോമർ 9:5 കൊണ്ട് വാ. അവിടെ പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവൻ സർവത്തിനും മീതെ ദൈവമാണ്. ഓ, അതിന് പറ്റിയൊരു ഹല്ലേലൂയ പറ. അവൻ സർവത്തിനും മീതെ ദൈവമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത് എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും മീതെ പരിഹാരത്തിൻ്റെ ദൈവം യേശുവാണെന്നാണ് ഈ പറഞ്ഞത്. അച്ഛാ, ക്യാൻസറിന് മീതെ, ട്യൂമറിന് മീതെ, യൂട്ടസിലെ പ്രോബ്ലം ഉണ്ടല്ലോ ആൻറ്റി, അതിന് മീതെ, യൂട്ടസിനകത്ത് ഫൈബ്രോയിഡാന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുക, അതിന് മീതെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന്. നീ അനുഭവിക്കുന്ന ബ്ലഡ് ക്യാൻസർ ആണോ, എന്താ ബ്രെയിൻ ട്യൂമർ ആണോ, ബോൺ ക്യാൻസർ ആണോ, എന്താ വൈദ്യശാസ്ത്രം പേരിട്ട് വിളിക്കുന്നത് കേട്ട് ഞെട്ടി പാതി ജീവൻ പോയിരിക്കുകയായിരിക്കാം. പക്ഷെ റോമർ 9:5 പോലൊരു ഔഷധം വേറെ ഇല്ലെന്ന്. റോമർ 9:5 പോലെ ഫലവത്തായിട്ടുള്ള ഒരു മരുന്ന് ഒരു കുപ്പിയിലും ഒരു വിധത്തിലും ഒരു ഫാക്ടറിയും ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഏറ്റെടുത്ത് വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയും? അവൻ സർവത്തിനും മീതെ. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചു. വാച്ചെ നോക്കണ്ട. ഇന്ന് രാത്രി യേശു സർവത്തിനും മീതെയാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് മീതെ ആ കർത്താവിന് ഇറങ്ങി വരട്ടെ. ആ കർത്താവിൻ്റെ കയ്യൊപ്പ് നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മീതെ വ്യാപരിക്കട്ടെ. നിങ്ങൾക്കെതിരെ പറഞ്ഞ നിങ്ങളെ ഒറ്റിക്കൊടുക്കാൻ നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർ അറിയട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവനുണ്ടവൻ സർവത്തിനും മീതെ ദൈവമാണ്. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിക്കട്ടെ. ഈ ഗ്രൗണ്ടിൽ ആ കർത്താവിൻ്റെ സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. യെസ്. അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധി ആയാലും സുഹൃത്തെ, താങ്കളുടെ കടഭാരം എല്ലാം കൂടി എഴുതിയിരുന്നൊന്ന് കൂട്ടി നോക്കിക്കേ. ആ തുക എല്ലാം കൂടെ അവിടെ കൊടുക്കാനുള്ള, ഇവിടെ കൊടുക്കാനുള്ള, ബാങ്കിൽ അടയ്ക്കാനുള്ളത്, ഈ മാസത്തെ ലോൺ, അതിൻ്റെ പെൻഡിങ് ആയതിൻ്റെ പെനാലിറ്റി, ഇതെല്ലാം കൂടെ, പിന്നെ കൊച്ചിൻ്റെ ഫീസ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞു ഒരു വലിയ സാമ്പത്തിക ബാധ്യതയില്ലേ? അതങ്ങോട്ട് എഴുതി ആകെ മൊത്തം ടോട്ടൽ എന്നും പറഞ്ഞൊരു സംഖ്യ കാണുമ്പോഴേ ബോധം കെട്ട് താഴെ പോകും. ദൈവമേ, ഇത്രയും കൊടുത്ത് വീക്ഷണം. ഫെബ്രുവരി 28 സ്വോത്രം. ഫെബ്രുവരി 30 തരാമെന്ന് പറഞ്ഞപ്പോൾ ആ പുള്ളി നമ്മളെക്കാളും മിടുക്കനാ. അതങ്ങ് മനസ്സിരിക്കട്ടെ. 30 ഫെബ്രുവരിക്ക് 28 തന്നെ എനിക്ക് തരണമെന്ന് അടിവരെ ഇട്ടിട്ട് പോയത്. അന്ന് മുതൽ തുടങ്ങിയതാണ് നമ്മുടെ ഈ ഷുഗർ കൂടിയത്, പ്രഷർ കൂടിയതൊക്കെ. മനസ്സിലായില്ലേ? പക്ഷേ അങ്ങനെ പ്രഷറും ഷുഗറും ഒന്നും കൂട്ടേണ്ട കാര്യമില്ല. ഈ റോമർ 9:5 ആകെ തുകയുടെ അടിയിലൊട്ടാൻ കൊണ്ട് എഴുതി വയ്ക്കുക വിശ്വാസത്താൽ. ഇത് ആര് കൊടുത്തു വിട്ടും? ഈ റോമർ 9:5 പറഞ്ഞിരിക്കുന്ന സർവത്തിനും മീതെ ഉള്ളവൻ, എൻ്റെ ഈ കൂന കൂടി നിൽക്കുന്ന ഈ കടഭാരത്തിനും മീതെ ഒരുവനുണ്ട്. അവനത് പരിഹരിക്കാൻ കഴിവുള്ളവനാ. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഒന്ന് സ്തോത്രം പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്താൻ എത്ര പേർക്ക് കഴിയും? സർവത്തിനും മീതെ ദൈവമാണെങ്കിൽ ഈ പ്രതിസന്ധിക്ക് മീതെ പരിഹരിക്കാൻ കഴിയുന്നൊരു പരിഹാരത്തിൻ്റെ കരമുണ്ട്. അവൻ ഈ ലിസ്റ്റിൽ ആ കർത്താവിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞോളും. വിശ്വാസത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചു. വിശ്വാസത്തോടെ കർത്താവിനെ ഒന്ന് ആരാധിച്ചു. ഈ പൊതുസ്ഥലത്താണെന്ന് ഓർത്ത് വിഷമിക്കേണ്ട, പൊതുസ്ഥലത്താണെന്ന് ഓർത്ത് നീ ലജ്ജിച്ചിരിക്കേണ്ടതില്ല. കാരണം അടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചു. കർത്താവ് വിഷയത്തെ ഒന്ന് ഏറ്റെടുത്ത് നിന്റെ പ്രശ്നത്തിന് പരിഹാരമാക്കട്ടെ. റോമർ 9:5 സർവത്തിനും മീതെ. ഹല്ലേലൂയ.
ഈ വാക്യങ്ങൾ മനസ്സിലായോ? അവൻ മഹാദൈവമായതുകൊണ്ട് വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു. അവൻ മഹാദൈവമായതുകൊണ്ട് വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകാത്തത്. അവൻ സർവ്വത്തിനും മീതെ ദൈവമായതുകൊണ്ടാണ് വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കുന്നത്. അവൻ സർവ്വത്തിനും മീതെ ദൈവമായതുകൊണ്ടാണ് അവനിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകാതിരിക്കുന്നത്. പ്രസംഗകർ ഒത്തിരി പേരുണ്ട്. ഈ വാക്യങ്ങളെ നിങ്ങളുടെ ഇടവകയിൽ കൊടുക്കണേ കേട്ടോ. നിങ്ങളുടെ വിശ്വാസികൾക്ക് കൊടുക്കണേ. നിരാശപ്പെട്ട് ദുഃഖിച്ച് വേദനപ്പെട്ടിരിക്കുന്നവരെ പലരും അവരുടെ ഉൾത്തടത്തിലേക്ക് വാക്യങ്ങളെ പാകി വെക്കണേ. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 1:8 വാക്യം നോക്കിക്കേ. ലജ്ജിച്ചു പോകാതിരിക്കുന്നതിൻ്റെ കാരണം എന്താ? വെളിപ്പാട് 1:8 ഇങ്ങനെ പറയുന്നു, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. ഓ, യേശു ആരാന്ന് പറഞ്ഞേ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ. യേശു ആരാ? സർവശക്തിയുള്ള ദൈവമാണ്. മഹാദൈവം ഒന്നാമത്തെ. രണ്ടാമത്തേത് സർവത്തിനും മുൻപേ ഉള്ള ദൈവം, സർവത്തിനും മീതെ ഉള്ള ദൈവം. മനസ്സിലായോ? ഇവിടെ വെളിപ്പാട് 1:8 പറയുന്നു സർവശക്തി ഉള്ളവൻ. സർവശക്തി ഉള്ളവൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാമോ? ഇല്ലാത്ത ഒന്ന് ഉളവാക്കാൻ കഴിയുന്നവൻ, വിളിച്ചു വരുത്താൻ കഴിയുന്നവൻ, സ്പോണ്ടേനിയസ് ക്രിയേഷൻ ചെയ്യാൻ കഴിയുന്നവൻ. ഇല്ല സംഗതി, പക്ഷേ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിയുന്നവൻ്റെ പേരാ സർവശക്തനായവൻ. ഹല്ലേലൂയ. എവിടുന്ന് കൊടുക്കുമെന്ന, എങ്ങനെ കൊടുക്കുമെന്ന, വല്ലതും വേണ്ടേ? ഒന്നും വേണ്ടെന്ന് വിശ്വാസത്തോടെ ആണഞ്ഞ മതി. പ്രതിസന്ധി കർത്താവ് പരിഹരിച്ചോളും. കാരണം അവൻ സർവശക്തനാ. ഹല്ലേലൂയ. ആറയൂർ ചർച്ച് ഗ്രൗണ്ടിൽ ഞാനൊരു ആത്മിക ചിന്ത കൂടെ പറയാം. പ്രൈസ് ദി ലോർഡ്. സമയം മുൻപോട്ട് ഓടുന്നത് കൊണ്ട് അതേ കേട്ടോണം. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിനകത്ത് അമിട്ട് പൊട്ടുന്നത് പോലെ ചില പദപ്രയോഗങ്ങളുണ്ട്. അമിട്ട് പൊട്ടുന്നത് പോലെയാണ്. അങ്ങനെ പൊട്ടും. ഞെട്ടുന്ന കണ്ടോ? 1 അധ്യായത്തിൽ പെൻസിലോ പേനയോ കൊണ്ടോ വേണം ഇനി അത് വായിക്കാൻ. ഉണ്ടാകട്ടെ, മുളച്ചു വരട്ടെ, ജനിക്കട്ടെ, കൂടട്ടെ, പറക്കട്ടെ. അങ്ങനെ പറയുന്ന കുറെ പദങ്ങളുണ്ട്. അതാര് പറഞ്ഞാന്നറിയാമോ? കമ്മിറ്റി പറഞ്ഞല്ല. സെൻട്രൽ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ഒന്നും പറഞ്ഞതല്ല, സർവശക്തൻ പറഞ്ഞതാ അത്. യോഹന്നാൻ 1:3 പറയുന്നു, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അങ്ങനെ ആണെങ്കിൽ പിന്നെ ആരാ പറഞ്ഞേ? ഈ മഹാദൈവമാ പറഞ്ഞേ. ആര് വിശ്വസിച്ചാലും ലജ്ജിച്ചു പോകാത്ത ഒരുവൻ ആ കർത്താവ് പറഞ്ഞത് ഉണ്ടാകട്ടെ, വേർപിരിയട്ടെ, മാറട്ടെ എന്നൊക്കെ പറഞ്ഞത് ഈ കർത്താവാണെന്ന് നമ്മുടെ പ്രാണനാഥനാ പറഞ്ഞേ. സ്വതന്ത്രം. ഇനി കേട്ടോണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞല്ല ഇതെല്ലാം ഉണ്ടായതും വേർപിരിഞ്ഞതും. പറഞ്ഞ ആ വാക്കിൻ്റെ പ്രതിധ്വനി അടങ്ങുന്നതിന് മുമ്പ് സംഭവിച്ചു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കർത്താവിൻ്റെ വാക്കങ്ങോട്ട് പ്രജ്വലിക്കപ്പെട്ടു. അതിൻ്റെ തരംഗം അടങ്ങുന്നതിന് മുൻപ് അതങ്ങ് സംഭവിച്ചു. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ സർവശക്തനോട് പറ, കർത്താവേ, ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിൽ അങ്ങ് പറഞ്ഞതെല്ലാം അന്നേരം തന്നെ സംഭവിച്ചല്ലോ. അങ്ങനാണെങ്കിൽ എന്നെ നോക്കിയൊന്ന് പറ കർത്താവേ, അതൊക്കെ എന്നെ നോക്കിയൊന്ന് പറ. നീ സൗഖ്യമാക, നിൻ്റെ കൈ നിവർന്ന് വരട്ടെ, നീ എഴുന്നേറ്റ് വീട്ടിൽ പോ. നീ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കേണ്ടവനല്ല, എഴുന്നേക്ക്, വിശ്വാസത്തോടെ കൈ നീട്ട് എന്നൊക്കെ കർത്താവ് എന്നെ നോക്കിയൊന്ന് പറഞ്ഞ കർത്താവേ, അത് സംഭവിക്കും എന്ന് വിശ്വസിച്ചാൽ സൗഖ്യത്തോടെ മടങ്ങിപ്പോകാൻ ഇടയാകും. എത്ര പേര് ഏറ്റെടുക്കും? പ്രൈസ് ദി ലോർഡ്. അതതു തരം വിത്തുള്ള സസ്യങ്ങൾ മുളച്ചു വരട്ടെ. എന്ന പ്രയോഗമാതൊക്കെ. അതിനകത്ത് ദൈവശാസ്ത്രം അറിയാമോ? ചുമ്മാതും മുളച്ചു വരട്ടെ എന്നല്ല. അതതു തരം വിത്തുള്ള സസ്യങ്ങൾ. ഒരു വാക്കിന് പോലും പിഴവ് വരാതെയാ പറഞ്ഞേ. അതങ്ങനെ തന്നെ സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ കർത്താവ് അത് നമ്മളെ നോക്കി പറഞ്ഞാൽ, യൂട്രസ് എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ടല്ലോ, ഒരു അവയവമുണ്ടല്ലോ, വെറുതെ ഉദരത്തിൽ തന്നതല്ല, അതിനകത്ത് മുളയുണ്ടാകണം. ആ മുള ഉണ്ടാകട്ടെ എന്ന് പറയേണ്ടവൻ്റെ പേരാ സർവശക്തനായവൻ. അത് മുളയ്ക്കത്തില്ലെന്നും നിൻ്റെ വെള്ള ടർക്കിയിൽ ഒരു കുഞ്ഞ് തരത്തില്ലെന്നുമൊക്കെ വാദിക്കുന്ന ചില പാരമ്പര്യ ശക്തികളും ചില ദുർമന്ത്രവാദ പോരുകളും ചില വിളിച്ചു ചൊല്ലലുകളും ചില ആവാഹന ശക്തികളും ചില ദുർഭൂത പ്രേത പിശാചുക്കളുടെ കൂട്ടായ സംഘം ചേരലുമൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് രാത്രി നിന്നെ നോക്കി ഉണ്ടാകട്ടെ എന്നൊരുവൻ പറഞ്ഞാൽ അത്ഭുതകരമായി അത് സംഭവിക്കുമെന്ന് ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ഒരുമിച്ച് പറയുമ്പോൾ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിക്കാൻ എത്ര പേർക്ക് കഴിയും? അവരെ കരം അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ദേശാധിപതി അറിയണം, ദേശാധിപതി കേൾക്കണം, ഞെട്ടണം. നിന്റെ കുടുംബം വിട്ട്, നിന്റെ വീട് വിട്ട്, നിന്റെ ശരീരം വിട്ട് അവന്റെ ആധിപത്യ വ്യവസ്ഥിതികൾ അഴിഞ്ഞു മാറണം. ഓ
വിശ്വാസത്തോടെ ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിച്ച് വിശ്വാസത്തോടെ ഓൺലൈനിലുള്ളവരുടെ ഉള്ളത്തോടെ ദൈവാത്മാവ് ഇടപെടുന്നുണ്ട്. തീർച്ചയായും ജനങ്ങളുടെ ആകത്തളങ്ങളിൽ ദൈവാത്മാവ് ശാക്തിയായി ഇടപെടുന്നുണ്ട്. എത്ര കാലമായി കർത്താവ് എന്തുകൊണ്ട് എനിക്ക് മാത്രം എന്നോർത്ത് നിരാശപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സർവശക്തൻ കാൽപ്പിച്ചാൽ ആ കാൽപ്പനയ്ക്ക് മാറ്റമില്ലെന്ന്. യെസ്, ഹല്ലേലൂയ. നിന്റെ ആയുസിൻ്റെ മധ്യത്തിൽ നിന്റെ മീതെ വെള്ള പുതപ്പിക്കാൻ ശ്രമിക്കുന്ന ചില പോരുകൾ ഉണ്ടാകാം. പക്ഷേ ആയുസിൻ്റെ മധ്യം നിനക്ക് ദോഷം വരുത്താൻ ശ്രമിക്കുന്ന ചില പോരാട്ടങ്ങളുടെ നേരെ കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ച വഴി മാറുകയാണ്. അപ്പോൾ കർത്താവ് ആരാന്നറിയാമോ? വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകാതിരിക്കുന്നതിൻ്റെ കാരണം അവൻ സർവശക്തനായതുകൊണ്ടാണ്. സ്പോണ്ടേനിയസ് ക്രിയേഷൻ ചെയ്യാൻ കഴിയുന്നവൻ. അതാണ് എബ്രായ പദം അഹിദുഖുൽ. അതിൻ്റെ പേര് സർവശക്തൻ. അബ്രഹാമിൻ്റെ അടുക്കൽ കർത്താവ് വന്നിട്ട് പറയുക, ഞാൻ സർവശക്തനായ യഹോവയാകുന്നു, നീ എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടക്കണം. 99 വയസ്സുകാരനോടാണ് പറയുക, ഞാൻ സർവശക്തനാ. പിള്ളേർ നോക്കിയില്ല, ലോത്ത് അതുവഴി ഇതുവഴി പോയി. നീ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല, ഞാനല്ലേ കൂടെ. സർവശക്തനെന്ന എൻ്റെ പേര്. ഇന്ന് രാത്രി ചിലരുടെ കാതുകളിൽ കർത്താവ് അത് പറയുന്നുണ്ട്, ഞാനുണ്ട് കൂടെ, എൻ്റെ പേര് സർവശക്തനെന്ന. എത്ര പേര് ഏറ്റെടുക്കും? ആരും നിന്നെ വെടക്കെണ്ണി, ആരും നിന്നെ ഒഴിവാക്കി, ആരും നിന്നെ പുറകോട്ട് തള്ളിക്കളയാൻ ശ്രമിച്ചാലും ഒരുവൻ കാതിൽ പറയുന്നു, എൻ്റെ പേര് സർവശക്തനെന്ന്. അവിടെ കൊടുത്തിരിക്കുന്ന പ്രയോഗമാണ് ആഹിദുഖുൽ എന്ന് പറഞ്ഞാൽ തുല്യം പറയാനില്ലാത്തവൻ, സമാനത പറയാനില്ലാത്തവൻ, ഒന്നിനോടും ഒരിക്കലും ചേർത്ത് വയ്ക്കാൻ പറ്റാത്ത വിധം അതുല്യ പ്രഭാവമായവൻ. അതിന് ഗ്രീക്ക് ഭാഷയിൽ പറയുന്ന പാൻഡക്രീറ്റോൺ എന്നാണ്. പാൻഡക്രീറ്റോൺ. സ്തോത്രം. ചുമ്മാങ്കിലും ഒന്ന് പറഞ്ഞു നോക്ക്. എന്തോന്നാ പറഞ്ഞു? പാറ്റയല്ല, പാൻഡക്രീറ്റോൺ. അഹിദുഖുൽ പാൻഡക്രീറ്റോൺ. അതിന് ചുമ്മാ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക, അന്യഭാഷ പറയാനെങ്കിലും കൊള്ളാമെന്ന്. ഇത് മാത്രം ഒന്ന് പറഞ്ഞു. പാൻഡക്രീറ്റോൺ എന്ന് പറഞ്ഞാൽ സർവശക്തൻ എന്നാണ് എൻ്റെ അർത്ഥം. പ്രൈസ് തന്നത്. അഹിദുഖുൽ. ഇംഗ്ലീഷ് ബൈബിളിൽ അതിന് കൊടുത്തിരിക്കുന്നത് ഓംനിപൊട്ടന്റ്. അമ്മച്ചിമാരെ ക്ഷമിക്കണം. ഓംനിപൊട്ടന്റ് എന്ന് പറഞ്ഞാൽ സർവശക്തൻ എന്ന്. ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ കർത്താവ് ഓംനിപൊട്ടന്റ് എന്നാണെന്ന് പറഞ്ഞപ്പോൾ യോഗം കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി എന്നെ അറസ്റ്റ് ചെയ്ത് നിർത്തി. കർത്താവ് പൊട്ടനാണോ? എന്നെ നിങ്ങൾ ഈ പറയും. എനിക്ക് ചെവി കേൾക്കാൻ വേണ്ട, പക്ഷേ എൻ്റെ കർത്താവിന് ചെവി കേൾക്കാം. അപ്പോൾ പിന്നെ അമ്മച്ചിയെ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ എന്നെ പാടുപെടേണ്ടി വന്നെന്നറിയാം. അത് ഇംഗ്ലീഷിലെ ഒരു പ്രയോഗമാണ്. അങ്ങനെ പൊട്ടൻ്റ് എന്ന് പറഞ്ഞാൽ സർവശക്തനെന്നാണ്. ഇങ്ങനെയൊക്കെയുള്ള ഭാഷ പഠിക്കാൻ തന്നെ കാര്യമായിരുന്നു അമ്മച്ചിയുടെ ഒരു തത്വം. മനസ്സിലായല്ലോ? അപ്പോൾ ഒംനിപൊട്ടൻ്റ് എന്ന് പറഞ്ഞാൽ സർവശക്തൻ. നമ്മുടെ കർത്താവ് അതാ. അതുകൊണ്ടാണ് ആര് വിളിച്ചപേക്ഷിച്ചാലും ലജ്ജിച്ചു പോകാതിരിക്കുന്നത്. ആര് വിളിച്ചപേക്ഷിച്ചാലും അവൻ രക്ഷപ്പെടുന്നതിൻ്റെ കാരണം അവൻ ഓംനിപൊട്ടൻ്റ് ആയതുകൊണ്ടാണ്. അഹിദുഖുൽ പാൻഡക്രീറ്റോൺ. ഇങ്ങനെ പറഞ്ഞു നിന്നാൽ ഒത്തിരി പറയണമല്ലോ. നിർത്തട്ടെ ഞാൻ. അടുത്തത്, യേശുവിൽ വിശ്വസിക്കുമ്പോൾ ലജ്ജിച്ചു പോകാതിരിക്കുന്ന ദൈവത്വത്തിൻ്റെ മഹത്വത്തിൽ പുതിയ നിയമത്തിലെ വാക്യം മാത്രം തന്നപ്പം പഴയ നിയമത്തിലെ എഴുത്തുകാർ എന്നെ വിചാരിക്കും, ഞങ്ങൾ എത്രയോ പദങ്ങൾ എഴുതി വെച്ചിട്ട് ഒരെണ്ണം പോലും ഈ ഉപദേശി പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് യശയ്യാവൊക്കെ എനിക്ക് നേരെ ഒരുപക്ഷെ നീരസപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ പഴയ നിയമ എഴുത്തുകാരുടെയും കൂടെ പ്രതിനിധിയായിട്ട് യശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് മാത്രം ഒരു കാര്യം പറയാം. ബാക്കിയുള്ള പുസ്തകങ്ങളിലെല്ലാം ഉണ്ട്. ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ടുണ്ട്. മോശയൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച്. യശയ്യാവ് പറഞ്ഞ ഗംഭീരമായിട്ട് പറയുമോ 9:6 വാക്യമാണ്, വീരനാം ദൈവമാണ്. യേശു ആരാ? ഒന്ന് പറ, ഒച്ചത്തിലൊന്ന് പറ. വീരനാം ദൈവമാണെങ്കിൽ വീര്യം പ്രവർത്തിക്കുമെന്ന്. വീരനാം ദൈവത്തിന് മുമ്പിൽ ഒരു ചെങ്കടലും നിൽക്കത്തില്ല. അതിൻ്റെ അടിയിലെ നടപടി വെളിപ്പെടുത്തിയേ പറ്റുള്ളൂ. വീരനാം ദൈവത്തിന് മുമ്പിൽ ഒരു യോർദാനും കുത്തി ഒഴുകത്തില്ല. ചിറ പോലെ മാറി നിന്നേ പറ്റുള്ളൂ. ആ കുത്തി ഒഴുകുന്നതിനിടയിലൂടെ തൻ്റെ ജനത്തിനൊരു നടവഴിയുണ്ട്. അത് വെളിപ്പെടുത്തിയേ പറ്റൂ. കാരണം വീരനാം ദൈവം ആ കരയെ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മുമ്പിൽ, പ്രളയത്തിന് മുമ്പിൽ, വല്ലാത്ത പ്രതികൂലത്തിന് മുമ്പിൽ ഒരു വീരനാം ദൈവമുണ്ട്. ആ കർത്താവ് വഴി തെളിക്കുന്നത്. അതുകൊണ്ട് അവൻ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകാത്തത്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിക്കട്ടെ. അപ്പോൾ ഈ കർത്താവിൽ നമ്മൾ വിശ്വസിക്കണം. ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നും പറഞ്ഞാൽ കയറിയും. ഇനി ഞാൻ വേഗം ചില കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് പറയാം. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവിൽ ഉള്ള
കുറിച്ചുള്ള വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ വിശ്വാസത്തിന് 3 കാലങ്ങളുണ്ടെന്ന് പഠിക്കണം. ദൈവമക്കൾ വേഗം കേട്ടോണം. വിശ്വാസത്തിന് 3 കാലങ്ങളുണ്ട്. നാട്ടുകാരും കേട്ടോണം, അങ്ങ് വീടുകളിലും വീഥികളിലും നിൽക്കുന്ന മാന്യ സുഹൃത്തുക്കൾ കേട്ടോണം. എല്ലാ വർഷവും ഞങ്ങളുടെ കൺവെൻഷൻ നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് സന്തോഷമാണ്. നിങ്ങൾ ജാതിയോ മതമോ നിറമോ പാർട്ടിയോ ഒന്നും നോക്കാതെ ഞങ്ങളുടെ യോഗത്തിൽ വന്ന് സംബന്ധിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളോട് പ്രത്യേകം നന്ദി. പക്ഷേ ഈ വിവരം കേൾക്കാതെ പോകരുത്. യേശുവിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട 3 കാലങ്ങളുണ്ട്. ഒന്നാമത്തെ കാലം എന്ന് പറയുന്നത് വിശ്വാസത്തിന് മുൻപുള്ള കാലം. ഗലാത്യലേഖനം 3:23 വാക്യമാണ്. വിശ്വാസം വരും മുൻപേ. അങ്ങനെ പ്രയോഗമുണ്ട്. ഗലാത്യർ 3:23 വിശ്വാസം വരും മുൻപേ എന്ന് പറഞ്ഞാൽ ക്രിസ്തു യേശുവിലെ വിശ്വാസം വരും മുൻപേ നമുക്കൊരു കാലമുണ്ട്. ആ കാലം ആ കള്ളുകുടിയുടെ, ആ കാലമാണ് പുകവലിയുടെ, ആ കാലമാണ് കുത്തഴിഞ്ഞ ജീവിതത്തിൻ്റെ, ആ കാലമാണ് ദുശീല ദുർഗുണങ്ങളുടെ കാലം, ആ കാലമാണ് ഭോഗാലസത്തിൻ്റെ കാലം, ആ കാലമാണ് അപ്പനെ അമ്മയെ അനുസരിക്കാത്ത കാലം, ആ കാലമാണ് ഭാര്യയോട് അവിശ്വസ്ത പുലർത്തുന്ന കാലം, ആ കാലമാണ് ഭർത്താവിനോട് അവിശ്വസ്തയാകുന്ന കാലം. കണ്ടില്ലേ? ജനിപ്പിച്ച കുഞ്ഞുങ്ങളോട് ഉത്തരവാദിത്വമില്ലാതെ പോകുന്ന കാലം വിശ്വാസം വരും മുൻപേ ഉള്ള കാലമാണ്. പോലീസ്, ലോക്കപ്പ്, കോടതി, അങ്ങനെ പോകുന്ന ഒരു ഗതികേടിൻ്റെ കാലം. രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് കിട്ടുന്ന പണം കൊണ്ട് അത്യാവശ്യ സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കുന്നതിന് പകരം പള്ള നിറയെ കള്ളും കുടിച്ചിട്ട് ആടി ആടി വന്ന് സ്വന്തം വീട്ടിലേക്ക് കയറിപ്പോകാനുള്ള ഇടവഴി അറിയാതെ വഴി കുരുങ്ങി വീഴുന്ന ചില പുള്ളികളെ കണ്ടിട്ടുണ്ടോ? അതൊക്കെ വിശ്വാസം വരും മുമ്പെയുള്ള കാലദോഷത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഗലാത്യർ 3:23 വാക്യം തുടങ്ങുമ്പോൾ പറയുന്നത് വിശ്വാസം വരും മുൻപേ. അതാണ് ഒന്നാമത്തെ കാലം. ആ കാലത്തിൻ്റെ പേര് കൊടുക്കണം അധമകാലം എന്നാണ്. അധമകാലം, നികൃഷ്ടകാലം എന്നൊക്കെയാണ് ആ കാലത്തിന് കൊടുക്കാവുന്ന പേര്. ഈ ലോകത്തിൻ്റെ ദൈവമായി പിശാചിനാൽ നിയന്ത്രിതമാക്കപ്പെടുന്ന ഒരു കാലം. അതാണ് 3:23 ഗലാത്യർ. ഇനി 3:25 വാക്യം നോക്കിക്കേ. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വിശ്വാസം വന്ന ശേഷമോ. അതാണ് രണ്ടാമത്തെ കാലം. വിശ്വാസം വരും മുമ്പേ ഒരു കാലം, അത് അധമകാലമാണ്. വിശ്വാസം വന്ന ശേഷം ഒരു കാലം, അതിനെയാണ് ഉത്തമകാലം എന്ന് പറയാവുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു യേശുവിലെ വിശ്വാസത്തിലേക്ക് വന്ന നമ്മളെല്ലാവരും ഇപ്പോൾ ഏത് കാലത്ത് നിൽക്കുന്നു എന്ന് പറ. പോയോ എല്ലാവരും? ക്രിസ്തുയേശുവിലേക്ക് വരുന്നതിന് മുൻപ് നമ്മൾ നിന്ന കാലമാണ് അധമകാലം. ക്രിസ്തുയേശുവിലെ വിശ്വാസത്തിൽ വന്ന ശേഷം നമ്മൾ നിൽക്കുന്ന കാലത്തിൻ്റെ പേരെന്തോന്നാ? ഉത്തമകാലം. ഉത്തമകാലം. ഉത്തമകാലം എന്ന് പറഞ്ഞാൽ ഉത്തമ തട്ടകം. അത് ദൈവസഭയാണ്. സഭയ്ക്കകത്ത് നിൽക്കുന്ന മുഴുവൻ പുരുഷന്മാരും ഉത്തമന്മാരും മുഴുവൻ സ്ത്രീകളും ഉത്തമകളും അവർക്ക് ലഭിക്കപ്പെട്ട തലമുറകൾ ഉത്തമ തലമുറയുമാകണം. അവരുടെ വായിലെ പാട്ട് ഉത്തമമായ ഗീതമാണ്. അവർ ചെയ്യുന്ന ആരാധന ഉത്തമമായ ആരാധനയാണ്. അധമമായതൊന്നുമില്ല, ഉത്തമമായ ആരാധന. അവരുടെ വായിലെ വാക്കുകൾ ഉത്തമങ്ങളാണ്. അവരുടെ ഉടയും നടയും ദാമ്പത്യം, സാമ്പത്തികം, സാമൂഹ്യ ജീവിതം, സഭാജീവിതം എല്ലാം ഉത്തമമാണ്. അവരുടെ ഭർത്താക്കന്മാർ ഉത്തമന്മാരാണ്. അവരുടെ ഭാര്യമാർ ഉത്തമകളാണ്. കണ്ടോ? അപ്പോൾ അതാണ് ഉത്തമത്വത്തിൻ കാലം. അപ്പോൾ 2 കാലം മനസ്സിലായോ? വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുൻപ് അധമകാലം, വിശ്വാസത്തിൽ വന്ന ശേഷം ഉത്തമകാലം. ഇനി കേൾക്കണം. ഈ വിശ്വാസ ജീവിതത്തിൽ വിജയം പ്രാപിച്ചു കഴിഞ്ഞാൽ കുറ്റമില്ല, തെറ്റില്ല, പവിത്രതയും പരിപാവനതയും അനന്യതയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ആക്ഷേപരഹിതമായി യേശു ജീവിച്ച പോലെ ഇവിടെ ജീവിച്ച് കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെട്ടാൽ വിശ്വാസത്തിൻ്റെ 3ാമതൊരു കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ആ കാലത്തിൻ്റെ പേരാണ് അത്യുത്തമകാലം. പ്രൈസ് ദ ലോർഡ്. അതാണ് നമ്മൾ കൊതിക്കുന്നത്. അപ്പം അധമം വിട്ട് ഉത്തമത്വത്തിൽ വന്നവന് ചേക്കേറാൻ കർത്താവ് വെച്ചിരിക്കുന്ന ഒരു കാലമാണ് അത്യുത്തമം. ഫിലിപ്പിയ ലേഖനം 1:23 വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. ബാക്കി പറ. അത് അത്യുത്തമമല്ലോ. അത്യുത്തമം ആയ തലത്തിലേക്ക് നമ്മൾ മാറും. അതിമ്പങ്ങളുടെ തീരമാണ്, മറുകരയാണ്. മനസ്സിലായോ? മറുകരയിൽ നമ്മൾ ഒരുമിച്ച് നമുക്ക് മുമ്പേ പോയവരെ കാണും. ആ മറുകരയിൽ ഒരു പാട്ടുണ്ട്. അത് ഉത്തമഗീതമല്ല, അത്യുത്തമ ഗീതമാണ്. അതിൻ്റെ ഒരു വരി പോലും നമുക്കിവിടെ കിട്ടിയിട്ടില്ല. ഇവിടെ ദയ ലഭിച്ചോർ നാം യേശു മാറാത്തവൻ ആദിയായ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പാട്ടുകൾ പാടുമ്പോൾ അവിടെ അതൊന്നും പാടേണ്ടി വരികയില്ല. അവിടെ ചെല്ലുമ്പോൾ പുതിയ പാട്ട് നമ്മുടെ നാവിൽ തരും. പുത്തൻ പാട്ടുകൾ, കയ്യിൽ വാദിത്രങ്ങളും കുരുത്തോലയും പിടിച്ചുകൊണ്ട് അങ്ങേ തീരത്ത് നമ്മൾ നാഥൻ്റെ പൊന്മുഖം കണ്ടുകൊണ്ട് ആ മുഖത്ത് നോക്കി പാടുന്ന പാട്ട് അത്യുത്തമ ഗീതമാണ്. കണ്ടോ? അപ്പം അധമം വിട്ട് ഉത്തമത്വത്തിലും ഉത്തമത്വത്തിൽ നിന്ന് അത്യുത്തമത്വത്തിലേക്കും പ്രവേശിക്കുന്നു. അതാ വിശ്വാസ ജീവിതത്തിൻ്റെ 3 കാലങ്ങൾ എന്ന് പറയുന്നത്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഞാനവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ഇപ്പം നമ്മൾ നിൽക്കുന്നത് അധമം വിട്ട് ഉത്തമത്വത്തിലാണ്. ഈ ഉത്തമത്വത്തിൽ നിന്ന് വീണ് പോകരുത്. ഉത്തമത്വത്തിൽ താണു പോകരുത്. ഉത്തമത്വത്തിൽ ആത്മീയ മൂല്യങ്ങൾ പണയപ്പെട്ടു പോകരുത്. നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി കൃപകളും വരങ്ങളും ആത്മീയതയും പണയപ്പെടുത്തരുത്. വട്ടിപ്പലിശയ്ക്കും കൊള്ളപ്പലിശയ്ക്കും വേണ്ടി ഇറങ്ങിച്ചാടരുത്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കടിപിടി കൂട്ടരുത്. കസേര കളിക്കാൻ നിൽക്കരുത്. അവരന് ഭാര വയ്ക്കാൻ നിൽക്കരുത്. വിശുദ്ധ ജീവിതത്തെ തനിമയോടെ കാത്തുകൊള്ളണം. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന വീണ്ടും വിചാരത്തോടെ
നിലകൊള്ളാനിടയാകണം. കാരണം എന്താ? ഈ മഹാദൈവത്തിൻ്റെ മടങ്ങി വരവ് അടുത്തിരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന ആരും ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന്, തന്നിൽ വിശ്വസിച്ച് തൻ്റെ രാജ്യത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരാരും ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ചേർക്കാൻ വേഗം പ്രത്യക്ഷമാകും. അവിടെ നാം ലജ്ജിച്ചു പോകുകയില്ല. പക്ഷേ പ്രത്യക്ഷമാകുമ്പോൾ യോഗ്യതയില്ലാതെ ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും ലജ്ജിച്ചു പോകും. ഒറ്റ വാക്യം അവസാന കൺക്ലൂഷൻ എന്ന നിലയിൽ പറഞ്ഞുകൊണ്ട് ഒരു വാക്യം ഫിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കാം. കൊയർ സജ്ജമാകും. ഒരു അനുഗ്രഹീത പാട്ടുപാടി നമ്മൾ ഒരുമിച്ച് ആരാധിച്ച് മടങ്ങിപ്പോകാം. ഏറ്റവും അവസാനം നമ്മൾ കേൾക്കേണ്ട വാക്യം 1 യോഹന്നാന്റെ ലേഖനം 2:28. അവൻ്റെ പ്രത്യക്ഷതയിൽ നാം ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന്. ഞാൻ വായിച്ച കുറിവാക്യത്തിൽ കൊണ്ടു നിർത്തുകയാണ്. വായിച്ച കുറിവാക്യം ഇതാ: അവനിൽ വിശ്വസിക്കുന്നവരാരും എന്ത് ചെയ്യത്തില്ല? ലജ്ജിച്ചു പോകയില്ല. അങ്ങനെ ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ അവൻ്റെ പ്രത്യക്ഷതയിൽ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന്, നാം അവൻ്റെ പ്രത്യക്ഷതയിൽ ധൈര്യമുള്ളവരായിരിക്കേണ്ടതിന് അവനിൽ വസിക്കണം. ക്രിസ്തുവിൽ വസിക്കണം. 1 യോഹന്നാന്റെ ലേഖനം 2:28 വാക്യമാണ്. അവനിൽ വസിക്കണം. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം അതാണ്. അവനിൽ വസിക്കുക. നോട്ട് വിത്ത് ഹിം ബട്ട് ഇൻ ഹിം. അവനോട് കൂടെയല്ല, അവനിൽ വസിക്കണം. ഞങ്ങൾ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളോട് പറയാം, ക്രിസ്തുവിനോട് കൂടെ ഒരു ജീവിതത്തിന് വേണ്ടി അല്ല ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നത്, ക്രിസ്തുവിൽ ജീവിക്കാനാണ്. ക്രിസ്തുവിൻ്റെ ഭാവത്തിലും ക്രിസ്തുവിൻ്റെ രൂപത്തിലും ക്രിസ്തുവിൻ്റെ ക്ഷമയിലും സഹനത്തിലും വിശുദ്ധിയിലും വിശ്വസ്തതയിലും ക്രിസ്തുവിൻ്റെ സഹന മനോഭാവത്തിലുമൊക്കെ ജീവിക്കാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു.